ഒരുമിച്ച് ചേരുന്നത് സാധാരണ ഒരു വാർഷികം ആഘോഷിക്കാൻ വേണ്ടി മാത്രമല്ല, കഴിഞ്ഞ 7 വർഷങ്ങളായി അനേകം ജീവിതങ്ങളിൽ പ്രതീക്ഷയുടെ വെളിച്ചം പകർന്ന പുനർജന്മത്തിൻ്റെ പാതയിൽ അനേകരെ കൈപിടിച്ചു നടത്തിയ നമ്മുടെ ന്യൂറോ റീഹാബിലിറ്റേഷൻ സെൻ്ററിൻ്റെ 7ാം പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടിയാണ്. കാരുണ്യവും സമർപ്പണവും അടിസ്ഥാനമായ നൂതന റീഹാബിലിറ്റേഷൻ സേവനങ്ങളിലൂടെ അനേകം വ്യക്തികളുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടാകാൻ കഴിഞ്ഞ ഈ യാത്ര വിജയങ്ങളുടെയും പോരാട്ടങ്ങളുടെയും അത് മുകളിൽ മനുഷ്യ സ്നേഹത്തിൻ്റെ കഥയും കൂടിയാണ്. ഓരോ റിക്കവറിയും ഒരു പുതിയ പ്രതീക്ഷയുടെ തുടക്കമാണ്. ഓരോ ചിരിയും, ഓരോ മാറ്റവും, ഓരോ വിജയവും ഈ സ്ഥാപനത്തിൻ്റെ സമർപ്പണമാണ്. സ്വാഗതം ആശംസിക്കുന്നതിനായി സാബിത്ത് ഉമറിനെ ക്ഷണിക്കുന്നു. ഒരു ജീവകാരുണ്യ സംരംഭത്തിന് കീഴിലെ ന്യൂറോ റീഹാബിലിറ്റേഷൻ സെൻ്ററിൻ്റെ വാർഷികത്തിന് എന്താണ് ഇത്ര പ്രാധാന്യം എന്ന് ചിലരെങ്കിലും ആലോചിച്ചിട്ടുണ്ടാകാം. 7 വർഷം മുമ്പ് വളരെ പരിമിതമായ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ചികിത്സാ സംവിധാനങ്ങൾ ആരംഭിക്കുമ്പോൾ നമുക്ക് ചുറ്റും നട്ടലിന് പരിക്കേറ്റും സ്ട്രോക്ക് ബാധിച്ചും തലച്ചോറിന് ഗുരുതര പരിക്കേറ്റുമൊക്കെ ചികിത്സിക്കാൻ പണമില്ലാതെ വീടിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോകുമായിരുന്ന നിരവധിയായ മനുഷ്യരുണ്ടായിരുന്നു. സർക്കാരിൻ്റെ കണക്ക് പ്രകാരം മാത്രം അത് 2.5 ലക്ഷത്തോളം പേരായിരുന്നു നമ്മുടെ സംസ്ഥാനത്തുണ്ടായിരുന്നത്. പ്രവർത്തനം ആരംഭിച്ച് 7 വർഷം പൂർത്തിയാകുന്ന ഈ ഘട്ടത്തിൽ ഇടനെഞ്ചിൽ കൈവച്ചുകൊണ്ട് അഭിമാനത്തോടു കൂടി പീസ് വാലിക്ക് പറയാൻ സാധിക്കും, അക്കൂട്ടത്തിൽ നിന്ന് 1741 മനുഷ്യരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ പീസ് വാലിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നത് അങ്ങേയറ്റം ചാരിതാർത്ഥ്യത്തോടെയാണ് ഈ സദസ്സിന് മുന്നിൽ പറയുന്നത്. അതിൽ തന്നെ ഏറ്റവും നിർധനരായ 200ഓളം മനുഷ്യർക്ക് അവരുടെ പരിമിതികൾക്കനുസൃതമായ വ്യത്യസ്ത സ്വയം തൊഴിൽ പദ്ധതികൾ ആവിഷ്കരിച്ച് നൽകുകയും അതിലൂടെ മനുഷ്യരുടെ മുന്നിൽ കൈനീട്ടി ജീവിക്കുന്നതിന് പകരം ജോലിയെടുത്ത് വരുമാനം നേടുന്ന മനുഷ്യരായി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതും അങ്ങേയറ്റം സന്തോഷം നൽകുന്നു. നാം പരിചയിച്ചിട്ടുള്ള ജീവകാരുണ്യ സ്ഥാപനങ്ങളുടെ രീതി എന്നത് പരിമിതമായ സൗകര്യങ്ങളിൽ നിന്നുകൊണ്ടുള്ള സംവിധാനങ്ങളാണ്. പക്ഷേ പീസ് വാലിയെ സംബന്ധിച്ചിടത്തോളം ഏതൊരു കോർപ്പറേറ്റ് സംവിധാനത്തെയും കിടപിടിക്കുന്ന വിധത്തിലുള്ള ചികിത്സാ സംവിധാനങ്ങളാണ് നിസ്സഹായരായ മനുഷ്യർക്ക് വേണ്ടി ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ മനുഷ്യരുടെ ജീവിതത്തിലേക്കുള്ള തിരികെ പോക്ക് വേഗത്തിലാക്കുവാനും പീസ് വാലിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പീസ് വാലിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഹബ് ആൻഡ് സ്പോക്ക് മോഡലിൽ ഇതിന് സമാനമായ 25ഓളം സ്ഥാപനങ്ങളാണ് ഇന്ന് കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളതും പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നതും. ന്യൂറോ റീഹാബിലിറ്റേഷൻ മേഖലയിൽ ഒരു ഇടപെടൽ നടത്താൻ ആഗ്രഹിക്കുന്ന ഏതൊരു സംരംഭത്തിനും ഒരു ബെഞ്ച് മാർക്കായി ഒരു സ്ഥാപനത്തെ പണിതുയർത്താൻ കഴിഞ്ഞു എന്നതാണ് 7 വർഷം കൊണ്ട് പീസ് വാലിയുടെ നേട്ടമെന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. ചുരുക്കത്തിൽ മസിലുകൾക്കൊപ്പം മനസ്സിനെയും മനുഷ്യനെയും ശക്തിപ്പെടുത്തുന്ന, മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ട് മാനത്തെയും മനുഷ്യനെയും കാണുന്ന വിധത്തിൽ അവർക്കൊരു ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകാനാകുന്നൊരു മാതൃക സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നതാണ് 7 വർഷം പൂർത്തിയാക്കുന്ന ഈ ഒരു വാർഷികത്തിൻ്റെ വ്യതിരിക്തത എന്ന് കൂട്ടിച്ചേർത്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഇന്ന് ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് ഈ സ്ഥാപനത്തിൻ്റെ നെടുന്തൂണായ PM അബൂബക്കർ അവറുകളാണ്. പീസ് വാലിയുടെ ചെയർമാനായ അദ്ദേഹത്തെ കൂടുതൽ വിശേഷണങ്ങളിലേക്ക് കൊണ്ടുവരാതെ ഔപചാരികതയുടെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. ഇന്ന് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനായി ഏറെ നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേരുകയും പീസ് വാലിയുടെ പ്രവർത്തനങ്ങൾ വളരെ വിശദമായി തന്നെ കണ്ടു മനസ്സിലാക്കുകയും ചെയ്ത ഡോക്ടർ MI സഹദുള്ള സാർ, കേരളത്തിൽ ആരോഗ്യ ചികിത്സാ രംഗത്തെ ഗുണനിലവാരത്തിനൊരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് ചെറുതല്ല.
അതോടൊപ്പം തന്നെ ഭിന്നശേഷി വിദ്യാഭ്യാസത്തിനും പുനരധിവാസത്തിനുമൊക്കെ എക്കാലത്തും കേരളത്തിൻ്റെ മികച്ച മാതൃകകളെ ഒന്നാക്കി അവതരിപ്പിക്കുന്ന കേഡർ പോലുള്ള തിരുവനന്തപുരത്തെ സംവിധാനങ്ങളിലും അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും ആവിഷ്കാരങ്ങളും ഉണ്ട് എന്നത് അങ്ങേയറ്റം സന്തോഷകരമാണ്. ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ആളുകളുടെയും പേരിൽ ഈ ചടങ്ങിലേക്ക് അദ്ദേഹത്തെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കുന്നത് ശ്രീ എം നജീബ് അവർകളാണ്. ബിസിനസ് രംഗത്തും ജീവകാരുണ്യ രംഗത്തുമൊക്കെ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് പതിറ്റാണ്ടുകളായി കേരളീയ മുഖ്യധാരയിൽ നിറഞ്ഞു നിൽക്കുന്ന അദ്ദേഹത്തെയും ഈ അവസരത്തിൽ ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞു എന്നത് ഞങ്ങൾക്ക് അങ്ങേയറ്റം സന്തോഷം പകരുന്നു. ഹൃദയത്തിൻ്റെ ഭാഷയിൽ അദ്ദേഹത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ജസ്റ്റിസ് സി കെ അബ്ദുറഹീം സാർ, കേരള ഹൈക്കോടതിയുടെ മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസും കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ചെയർമാനുമൊക്കെ അടങ്ങുന്ന നിരവധിയായ ഉന്നത പദവികൾ അലങ്കരിച്ച അദ്ദേഹം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനെല്ലാം ഉപരി പീസ് വാലിയുടെ ചീഫ് പാട്രൺ എന്ന പദവിയിലാണ് ഇന്ന് അദ്ദേഹം അലങ്കരിക്കുന്നത്. അദ്ദേഹത്തെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുകയാണ്. പീസ് വാലി എന്നത് ഒരു കടലാസിലുള്ള ആശയം മാത്രമായിരുന്ന കാലം മുതൽ വ്യക്തമായ നിർദ്ദേശങ്ങൾ കൊണ്ടും കാഴ്ചപ്പാടുകൾ കൊണ്ടും ഒരു നിർണായക ഘട്ടത്തിൽ ഇതിൻ്റെ നെടുനായകത്തിലേക്ക് കൂടി കടന്നു വന്ന ശ്രീ നവാസ് മീരാൻ സാർ, അദ്ദേഹവും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഹൃദയത്തിൻ്റെ ഭാഷയിൽ അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുകയാണ്. എം എ മുഹമ്മദ് സാഹിബ്, ഒബ്രോൺ ഗ്രൂപ്പിൻ്റെ ചെയർമാൻ, അദ്ദേഹത്തെ എങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടത് എന്ന് എനിക്കറിയില്ല. കാരണം അദ്ദേഹം അടങ്ങുന്ന വലിയ മനുഷ്യരുടെ നന്മയാണ് നാം ഇന്ന് ഈ മനുഷ്യരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമാണ് ഒറ്റവാചകത്തിൽ നമുക്ക് പറയാൻ സാധിക്കുക. നാം ഈ ഗേറ്റ് കടന്നു വരുമ്പോൾ വലതുവശത്ത് കാണുന്ന ആ വലിയ ഡയാലിസിസ് ബിൽഡിംഗ് ഉണ്ടല്ലോ, അത് അദ്ദേഹത്തിൻ്റെ ഒരു നന്മയായി പീസ് വാലിയിൽ വന്നു ചേർന്നതാണ്. ജനാബ് എം എ മുഹമ്മദ് സാഹിബിനെ ഈ ചടങ്ങിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. 7 വർഷത്തെ ഈ യാത്രയിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, വിശിഷ്യ ന്യൂറോ റീഹാബിലിറ്റേഷൻ സെൻ്ററിനെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാനാവാത്ത ഒരുപിടി വ്യക്തിത്വങ്ങളുണ്ട്. അത് വൈദ്യശാസ്ത്ര മേഖലയിൽ നിന്നുള്ള മനുഷ്യരൂപം പൂണ്ട ചില മാലാഖമാരായിരുന്നു എന്ന് പറയേണ്ടി വരും. അവരെയും ഇന്ന് ഈ അവസരത്തിൽ ഒരുമിച്ച് ഇവിടെ കാണുന്നതിൽ ഞങ്ങൾക്ക് അങ്ങേയറ്റം സന്തോഷമുണ്ട്. ലിസി ഹോസ്പിറ്റലിലെ ഡോക്ടർ ഷിജി ഫ്രാൻസിസ്, രാജഗിരി ഹോസ്പിറ്റലിലെ ഡോക്ടർ എം എ മാത്യു, അസാന്നിധ്യം കൊണ്ടും ശ്രദ്ധേയനാവുന്ന ഡോക്ടർ മുഹമ്മദ് ഹുസൈൻ സേഠ്, ആസ്റ്റഡിയം ഫൗണ്ടേഷൻ്റെ AGM ശ്രീ ലത്തീഫ് കാസിം, ഇവരുടെയൊക്കെ വലിയ കാഴ്ചപ്പാടുകളും ഉന്നതമായ നീതിബോധവുമൊക്കെയാണ് 1741 മനുഷ്യരെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കുന്നതിൽ പീസ് വാലിക്ക് കരുത്ത് പകർന്നത് എന്നീ അവസരത്തിൽ പറയുകയാണ്. ഇവിടെ പീസ് വാലിയുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ആളുകളെയും കേവലം വാചകങ്ങൾ കൊണ്ട് സ്വാഗതം ചെയ്യുക എന്നത് ഒരല്പം കുറച്ചിലാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു സമുദ്രം കണക്കെ ഈ മനുഷ്യർ കരുണാദ്രമായപ്പോഴാണ് ഈ പീസ് വാലി യാഥാർത്ഥ്യമായത്. 931 മനുഷ്യർ നമുക്ക് താഴെ വിവിധ കെട്ടിടങ്ങളിലായി നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും നമ്മൾ ധരിക്കുന്ന വസ്ത്രവും ധരിച്ച് അഭിമാനത്തോടു കൂടി ജീവിക്കുന്നുണ്ട്. നിങ്ങളുടെ നന്മ ആ മനുഷ്യരിലേക്ക് എത്തിക്കുന്ന ചില ചാലക ശക്തികളായി മാത്രമാണ് പീസ് വാലിയുടെ ഭാരവാഹികളും വളണ്ടിയർമാരുമൊക്കെ പ്രവർത്തിക്കുന്നത്. ഹൃദയത്തിൻ്റെ ഭാഷയിൽ എപ്പോൾ വിളിച്ചാലും പീസ് വാലിയിൽ നിറഞ്ഞ ഹൃദയത്തോട് കടന്നു വരുന്ന മുഴുവൻ സഹകാരികളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പോഴും ഈ സ്ഥാപനത്തിലേക്ക് കടന്നു വരാൻ കഴിയാതെ ഏതാണ്ട് 300ഓളം മനുഷ്യരാണ് ഇവിടെ അഡ്മിഷന് വേണ്ടി അപേക്ഷകൾ തന്ന് കാത്തിരിക്കുന്നത്. ശബ്ദമില്ലാത്ത ആ മനുഷ്യർക്ക് വേണ്ടി, ചോദിച്ചു വാങ്ങാൻ കേൾപ്പില്ലാത്ത ആ മനുഷ്യർക്ക് വേണ്ടി നാളിലും പീസ് വാലിയെ
ഹൃദയത്തിൽ ഏറ്റെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും പേരെടുത്ത് സ്വാഗതം ചെയ്യാൻ മാത്രം പ്രാധാന്യമുള്ളവരാണെന്ന് എനിക്കറിയാം. പ്രത്യേകിച്ച് ഈ ബിൽഡിങ്ങിലേക്കൊക്കെ കടന്നു വരുമ്പോൾ ഓരോ മുറിയുടെ മുകളിലും ഓരോ രക്ഷിതാക്കളുടെ പേരെഴുതിയിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരിക്കലും ആ മുറി ഇങ്ങോട്ടേക്ക് ഡൊണേറ്റ് ചെയ്ത മനുഷ്യരുടെ പേരല്ലാതെ നേരെ മറിച്ച് പ്രിയപ്പെട്ടവർക്ക് ഒരിടം നൽകിയ മാതാപിതാക്കളുടെ ഓർമ്മകൾക്ക് വേണ്ടി നന്മകൾ കാത്തു സൂക്ഷിക്കുന്ന കുറേ മക്കൾ നൽകിയ നന്മകളാണതെല്ലാം. അത്തരത്തിൽ നന്മകൾ എണ്ണി പറയുമ്പോൾ കഴിഞ്ഞ 7 വർഷമായി ഈ സ്ഥാപനത്തിൻ്റെ നിയമപരമായ എല്ലാ ബാധ്യതകളും നിറവേറ്റിക്കൊണ്ട് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട എല്ലാ ഓഡിറ്റ് വർക്കുകളും 1 രൂപ പോലും വാങ്ങാതെ തീർത്തും സൗജന്യമായി പീസ് വാലിക്ക് വേണ്ടി ചെയ്തു തരുന്ന ആലുവ ബാലൻ കമ്പനിയിലെ മോഹൻദാസ് സാറിൻ്റെ അനുസ്മരിക്കാതെ കഴിയില്ല. അദ്ദേഹവും നമ്മളെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ സദസ്സിൽ നിറഞ്ഞിരിക്കുന്ന ഓരോ മനുഷ്യരുടെയും നന്മകൾ അങ്ങനെ എണ്ണിപ്പറയാൻ മാത്രമുള്ള ഓർമ്മകൾ എനിക്കുണ്ട്. പക്ഷേ സമയപരിമിതി മൂലം അതിലേക്ക് കടക്കുന്നില്ല. ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഹൃദ്യമായി നന്ദി. ദൈവത്തിൻ്റെ രക്ഷയും സമാധാനവും നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്തായാലും കഴിഞ്ഞ 7 വർഷമായിട്ട് ഏതോ അർത്ഥത്തിൽ ബെഡിൽ ലോക്കായി പോയ കുറേ മനുഷ്യരെ അനുസ്മരിക്കാൻ, അവരെ ഓർക്കാൻ ഞാനിന്ന് രാവിലെ അത്തരം രോഗികളുടെ ഒരു സംഗമം ഇവിടെ ഉണ്ടായിരുന്നു. ആ സംഗമത്തിൽ ഇവിടെ ബെഡിൽ സ്ട്രക്ചറിൽ ഒരു ഡെഡ് ബോഡി പോലെ വന്ന് ഏതോ അർത്ഥത്തിൽ ദൈവത്തിൻ്റെ, ഈശ്വരൻ്റെ, കർത്താവിൻ്റെ, അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് എണിച്ച് നടന്നുപോയ കുറേ മനുഷ്യർ, സ്വർഗവാസികളായ കുറേ മനുഷ്യർ, ഇവർ സാധാരണ മനുഷ്യരല്ല. ആ മനുഷ്യരാണ് പീസ് വാലിയെ ഈ രൂപത്തിൽ വളർത്തിയത്. അവരുടെ പ്രാർത്ഥനയാണ്. നേരത്തെ സാബിത്ത് പറഞ്ഞ ഒരു 1741 മനുഷ്യരെന്ന് പറഞ്ഞാൽ ഒരു മുഖത്തൊരു ഈച്ച വന്നിരുന്നാൽ ആട്ടാൻ പറ്റാത്ത രീതിയിൽ ബെഡിൽ ലോക്കായി പോയ കുറേ മനുഷ്യരാണ്. നമ്മളൊക്കെ ഈച്ച 2 പ്രാവശ്യം നമ്മുടെ മുഖത്തോടെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയാൽ തന്നെ അസ്വസ്ഥരാണ്. അങ്ങനത്തെ കുറേ മനുഷ്യർ. ശരിക്ക് നമ്മളൊക്കെ അവരെ കാണാൻ, അവരെ കേൾക്കാൻ, അവരെ ഒന്ന് തലോടാൻ എനിക്കും നിങ്ങൾക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം. ശരിക്കും ഞാനും നിങ്ങളൊക്കെ അടങ്ങുന്ന നമ്മൾ ഈ സമൂഹം ദൈവത്തിൻ്റെ, ഈശ്വരൻ്റെ വലിയ അനുഗ്രഹങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അനുഗ്രഹങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ കിട്ടാതെ കുറേ മനുഷ്യർ ദൈവത്തിൻ്റെ പരീക്ഷണത്തിൽപ്പെട്ടിട്ടുണ്ട്. ഇവരെ കാണാതിരുന്നുകൂടാ, ഇവരെ കേൾക്കാതിരുന്നുകൂടാ, ഇവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാതിരുന്നുകൂടാ. അതാണ് പീസ് വാലിയുടെ സന്ദേശം. എന്തായാലും ഞാനിന്ന് ഒരുപാട് സംസാരിക്കണമെന്നില്ല. എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ളത്, ഈ പീസ് വാലി എന്നത് ദൈവം നമുക്ക് തന്ന അനുഗ്രഹമാണ്. ഇവിടെ കിടക്കുന്ന മനുഷ്യർക്ക് വേണ്ടിയല്ല, ഇവിടെ കിടക്കുന്ന രോഗികൾക്ക് വേണ്ടിയല്ല, നേരത്തെ പറയുന്ന പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടിയല്ല, അതിലൊക്കെ അപ്പുറവും എനിക്കും നിങ്ങൾക്കും വേണ്ടി ദൈവം തന്ന ഒരു അനുഗ്രഹമാണ് പീസ് വാലി എന്നത്. കാരണം ഈ കാണായ സമൂഹത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഇത്തരം മനുഷ്യരെ ഇത്തരം നന്മ അനുഭവിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞതിൽ, അതിൻ്റെ ഒരു ഭാഗമാകാൻ നമുക്ക് കഴിഞ്ഞതിൽ ദൈവം നമുക്കെന്തോ ഒരു അനുഗ്രഹം തന്നതാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഓരോരുത്തരും പറയാനുള്ളത്, ഇനിയും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യർ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുണ്ട്. ഒരുപാട് കുട്ടികൾ, അനാഥരായ, ഭിന്നശേഷിക്കാരായ, വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുട്ടികൾ നമ്മുടെ ചുറ്റുമുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് മാനസിക പ്രയാസങ്ങളുള്ള, ഒരുപാട് വെല്ലുവിളികളുള്ള ഒരുപാട് മനുഷ്യർ നമ്മുടെ ചുറ്റുമുണ്ട്.
ഇവരെ കാണാതിരിക്കാൻ, ഇവിടെ കേൾക്കാതിരിക്കാൻ നമ്മൾക്കാകില്ല എന്നുള്ളൊരു പ്രഖ്യാപനമാണ് പീസ് വാലിയുടെ ഇത്തരം മീറ്റിങ്ങുകൾ നമ്മളെയൊക്കെ മനസ്സിലാക്കുന്ന, നമ്മളെയൊക്കെ ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് എനിക്ക് ഇവിടെ വന്ന ഇന്നത്തെ മുഖ്യ ഗസ്റ്റ് ശരിക്ക് എന്തോ ദൈവത്തിൻ്റെ വലിയൊരു, ഇവിടെ വരുന്ന പണ്ട് ഫാസിൽ ലത്തീഫ് സാറിനെ, സിനിമാ നടൻ ഫാസിലിനെ കൊടുന്നു. അന്ന് ഞാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ആൻറ്റിയെ കെട്ടിച്ചതും എൻ്റെ ആൻറ്റിയെ കെട്ടിച്ചതും ചേട്ടനനിയന്മാരാന്ന് പറഞ്ഞു, ബന്ധുക്കളാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ പോലെ ഇന്നത്തെ മുഖ്യ ഗസ്റ്റ് അദ്ദേഹത്തിൻ്റെ പെങ്ങളെ കെട്ടിയിരിക്കുന്നത് എൻ്റെ മാമായ. ഞങ്ങൾ അത്ര വലിയ ബന്ധമുള്ള, ശരിക്കും അദ്ദേഹത്തിന് അത് അറിയാവോ എന്നെനിക്കറിയില്ല. ശരിക്കും എൻ്റെ മദറിൻ്റെ സഹോദരൻ ആണ് അദ്ദേഹത്തിൻ്റെ കസിൻ സിസ്റ്റർ കല്യാണം കഴിച്ച് ഇപ്പോൾ അടുത്ത് മരണപ്പെട്ടത്. അദ്ദേഹം ഇന്നലെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഡോക്ടറോട് പറയാനുള്ളത്, നിങ്ങൾ പീസ് വാലിയുടെ ഭാഗമാകണം, പീസ് വാലിയെ ഹൃദയത്തിലേറ്റെടുക്കണം. ഞങ്ങളിപ്പോൾ അവിടെ വന്ന് ജസ്റ്റിസും ഞങ്ങളൊക്കെ വന്ന് വിളിച്ചു, അതുകൊണ്ട് ഞാനൊരു പോരാ, നിങ്ങളെന്നും പീസ് വാലിയോടൊപ്പം ഉണ്ടാകണം, എന്നും പീസ് വാലിയുടെ ഭാഗമാകണം. പീസ് വാലി ഹൃദയത്തിലേറ്റെടുക്കാൻ എൻ്റെ കൂടി, ഞാനതിൻ്റെ ഒരു ഓണർഷിപ്പാണെന്നുള്ള രീതിയിൽ അതിൻ്റെ ഒരു ഓണർഷിപ്പ് ഏറ്റെടുക്കാൻ നിങ്ങൾ രണ്ട് സഹോദരന്മാരും ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, അതോടൊപ്പം തന്നെ ഈ എൻ്റെ മുമ്പിലിരിക്കുന്ന പീസ് വാലിയുടെ സഹകാരികൾ, പീസ് വാലിയുടെ സ്പൈനൽ കോഡ് എന്ന് പറഞ്ഞാൽ പീസ് വാലിക്ക് എന്തൊരു ആവശ്യം, വെറുതെ ഒരു ശരിക്കൊരു വോയിസ് മെസ്സേജ് ഇട്ടാൽ തന്നെ പീസ് വാലി നിറച്ച് മനുഷ്യർ ഓടിയെത്തുന്ന മുഴുവൻ ആളുകൾക്കും പ്രത്യേകം നന്ദിയും കടപ്പാടും ഒക്കെ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ആദ്യം വീഡിയോ ഇട്ടതിൻ്റെ റീസൺ, വീഡിയോ കണ്ടാൽ പിന്നെ ഞാൻ കുറച്ച് പറഞ്ഞാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇത് കഴിഞ്ഞ 10 വർഷത്തിൻ്റെ ഇടയിലുള്ള ഒരു ബന്ധമാണ് പീസ് വാലിയുമായിട്ടുള്ളത്. ഓരോ തവണ വരുമ്പോഴും പീസ് വാലി പുതിയ പുതിയ കെട്ടിടങ്ങളും പുതിയ പുതിയ രൂപവും ഭാവവും ഒക്കെ ആയിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഇന്ന് നിങ്ങളീ കാണുന്ന എൻറ്റയർ ബിൽഡിങ്ങും സ്ട്രക്ചറും അതിലുള്ള ബെഡും ഫെസിലിറ്റീസും എല്ലാം തന്നെ ആരെങ്കിലും ഒരാൾ കോൺട്രിബ്യൂട്ട് ചെയ്ത ഒന്നാണ്. ഇത്രയധികം സുമനസ്സുകൾ ഈ ഒരു ഉദ്യമത്തിൽ നമ്മളുടെ കൂടെ കൂടി എന്നുള്ളത് തന്നെയാണ് എന്നെയും ഈ ഒരു ഇനിഷ്യേറ്റീവിലേക്ക് ആകർഷണാക്കിയതും ഇവരുടെ കൂടെ ബക്കർക്കാരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സ് തന്നതും അതാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. നിങ്ങൾ സാധാരണ നമ്മൾ പലപ്പോഴും എന്തെങ്കിലും ഒരു പ്രസ്ഥാനം തുടങ്ങുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോയൊക്കെ കാണിക്കും. ഇതായിരിക്കും ഭാവിയിൽ, അല്ലെ നാളെ ഇതായിരിക്കും എന്നാണ് നമ്മൾ സംസാരിക്കുക. പക്ഷേ ഇന്ന് നമ്മൾ കണ്ട ഈ ഹോസ്പിറ്റൽ ബിൽഡിങ്ങിൻ്റെ വീഡിയോയിൽ ഉള്ള ഫസ്റ്റ് ബിൽഡിംഗ് ഓൾറെഡി പണി കഴിഞ്ഞിരിക്കുന്നു. അത് ഒബ്രോൺ ഗ്രൂപ്പ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ബിൽഡിങ്ങാണ്. നമ്മൾ ഇറങ്ങി വരുമ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്ന ഫസ്റ്റ് ബിൽഡിങ്ങാണ് ഈ ഹോസ്പിറ്റലിൻ്റെ ഭാഗമായിട്ടുള്ളത്. സെക്കൻഡ് ബിൽഡിങ്ങിൻ്റെ വർക്ക് ചില സാങ്കേതിക കാരണം നമുക്കൊരു 3-4 മാസം നഷ്ടപ്പെട്ടു. അതല്ലായിരുന്നെങ്കിൽ നിങ്ങൾ അവിടെയും ഒരു ഫിനിഷ്ഡ് സ്ട്രക്ചർ കാണേണ്ടതായിരുന്നു. അതിൻ്റെ തൊട്ടടുത്താണ് നമ്മളുടെ ഫൈനൽ ബിൽഡിങ് വരുന്നത്. നമ്മളുടെ പ്ലാൻ എന്ന് പറയുന്നത് ഒരു 750ഓളം ബെഡുള്ള ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. ഇത് ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഇനിഷ്യേറ്റീവാണ്. ഇതിനെ നയിക്കുന്നത്, ഇതിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാവരും തരുന്ന, ഈവൻ ഞാൻ ബക്കർക്കാരുടെ അടുത്ത് തമാശയ്ക്ക് വേണമെങ്കിലും പറയും, ഉപയോഗിക്കുന്ന സിറിഞ്ച് പോലും ഡൊണേറ്റഡ് ആയിരിക്കണം. അത്രയധികം ഇക്വിറ്റബിളായിട്ടുള്ള ഒരു കൂട്ടായ്മ ഇതിൽ നമുക്ക് വേണം. എല്ലാവർക്കും അവരാൽ കഴിയുന്ന ഏറ്റവും ചെറിയ കോൺട്രിബ്യൂഷൻ ആണെങ്കിൽ കൂടി അതിന് തരാനായിട്ട് പറ്റത്തക്ക രീതിയിലുള്ള ഒരു ഇനിഷ്യേറ്റീവായിട്ട് ആണ് നമ്മളിതിനെ കാണുന്നത്. ഇത് വലിയ ഹോസ്പിറ്റലുകളുമായിട്ടുള്ള ഒരു കോമ്പറ്റീഷനല്ല ഇവിടെ നമ്മൾ കൊടുക്കാനായിട്ട് പോകുന്നത്. വലിയ ഹോസ്പിറ്റലുകളുടെ ലെവലിലും
അവർ കൊടുക്കുന്ന അവരുടേതായ മെഷീനറികളുടെയും പ്രത്യേകതകളും എക്യുപ്മെൻസിൻ്റെ എല്ലാം പ്രത്യേകതകളൊക്കെ വെച്ചിട്ട് മാത്രമല്ല, നമുക്കറിയാം, നമുക്ക് ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൽ പോയാലും സുഖമായി കിടന്നുറങ്ങാം, 5 സ്റ്റാർ ഹോട്ടലിൽ പോയാലും സുഖമായി കിടന്നുറങ്ങാം. എന്നാൽ ഇത് നമ്മളതിനെ ചെറുതായി കാണുന്നില്ല. ഇത് മറ്റു ഹോസ്പിറ്റലുകൾക്കൊപ്പം തന്നെ നിലനിൽക്കത്തക്ക രീതിയിലുള്ളൊരു ഹോസ്പിറ്റലാണ് നമ്മൾ മനസ്സിൽ കാണുന്നത്. കോമ്പറ്റീഷനേ ഇല്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം രാജഗിരിയുടെ ഡയറക്ടർ ഡോക്ടർ ജിജിയായിട്ട് സംസാരിക്കുന്ന നേരത്ത്, നവാസെ തമാശയാണോ പറയുക, 750 ബെഡ് എന്ന് പറയുന്ന ഒരു തമാശയാണോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഡോക്ടർക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്താ? അല്ല, ഞാൻ ഈ 400 കോടി രൂപയുടെ ഇൻട്രസ്റ്റ് മാസത്തിൻ്റെ അവസാനം വരുമ്പോൾ ഉള്ള ടെൻഷനിലാണ്. കാരണം മൂപ്പരതിൻ്റെ ഡയറക്ടറാണ്. അപ്പോൾ ഈ ഒരു ഉദ്യമം എന്ന് പറയുന്നത് അങ്ങനെയുള്ള വലിയ ഭാരങ്ങളൊന്നും നമ്മളുടെ ഷോൾഡറിലില്ലാതെ എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന, ആവശ്യവുമായിട്ട് വരുന്ന ഒരാളെ അവരുടെ ആവശ്യം മനസ്സിലാക്കി നമുക്ക് ഇതെന്താ പറയുക, ഇതിനൊരു ഉള്ള ആൾക്കാർക്ക് പേ ചെയ്യാനുള്ള അവസരമുണ്ട്. അങ്ങനെ പേ ചെയ്യുമ്പോൾ അതൊരു കോൺട്രിബ്യൂഷനായിട്ട് നമ്മൾ കാണുന്നുള്ളൂ. ഇല്ലാത്തവർക്ക് നമ്മൾ ഈ ഉള്ളവരിൽ നിന്ന് ഉള്ള കോൺട്രിബ്യൂഷനെ നമ്മൾ ഉൾക്കൊണ്ട് ബാക്കിയുള്ള പാവപ്പെട്ടവരായിട്ടുള്ള ആൾക്കാരെ ചികിത്സിക്കുക എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. എനിക്കറിയാം, ഏകദേശം 3000-3500 രോഗികൾ വരാനായിട്ട്. കാരണം ഇപ്പോൾ രാജഗിരി പോലെ നമ്മുടെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റൽ രാജഗിരിയാണ്. ഏകദേശം 2800-3000 ഔട്ട് പേഷ്യൻസ് ഉള്ള ഹോസ്പിറ്റലാണ്. ആ ഒരു ലെവൽ ഓഫ് ഔട്ട് പേഷ്യൻസിനെയും നമ്മളിവിടെ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഞാനിതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള ബാക്കി കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷേ നമ്മൾ ഏകദേശം 10 മാസത്തിൻ്റെ ഒരു സമയത്തിനുള്ളിൽ നമ്മളുടെ OP സ്റ്റാർട്ട് ചെയ്യും. OP സ്റ്റാർട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ജനറൽ മെഡിസിനിലാണ് നമ്മൾ തുടങ്ങുക. അപ്പോൾ ജനറൽ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുന്നതോട് കൂടിയിട്ട് നമുക്ക് നമ്മളുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫെസിലിറ്റിയിൽ താമസിക്കുന്ന ആൾക്കാർക്കുള്ള ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഔട്ട് പേഷ്യൻ്റ് ഇതും കൂടി നമ്മൾ തുടങ്ങുന്നതായിരിക്കും. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഇതിൻ്റെ ഭാഗമാകണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇതുവരെ ഫസ്റ്റ് ഫേസ് തീർക്കാനായിട്ട്, ഫസ്റ്റ് ഫേസ് 320 ബെഡാണ് നമ്മളുടെ ഫസ്റ്റ് ഫേസ്. ഫസ്റ്റ് ഫേസ് തീർക്കാനായിട്ടുള്ള നമ്മളുടെ ഫണ്ട് സമാഹരണത്തിൻ്റെ പകുതി നമ്മളെത്തി. ബാക്കിയുള്ളതിലേക്ക് നമുക്ക് കടക്കണം. എല്ലാവരുടെയും സഹകരണവും സഹായവും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. ഞാൻ ഒരു വലിയ പ്രസംഗനൊന്നുമല്ല, ഞാനൊരു ഡോക്ടറാണ്. അപ്പോൾ സാധാരണ ഡോക്ടർമാർ വലുതായിട്ട് പ്രസംഗിക്കാറില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അബൂബക്കർ സാഹിബ് ഒരു മാസം മുമ്പാന്ന് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് ഇതിനെപ്പറ്റി ശരിക്കും കേട്ടത് ജസ്റ്റിസ് റഹീം സാഹിബ് പറഞ്ഞപ്പോഴാണ്. അദ്ദേഹം എൻ്റെ പേറ്ററനാണ്. അതിനു മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം വെച്ചാൽ ഈ പല ഡിസേബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ടും പല വിധത്തിലുള്ള റിലേഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ അദ്ദേഹം പറഞ്ഞപ്പോഴാണ് അതിനുശേഷം അബൂബക്കർ സാഹിബിനെ കാണാനിടയായി. ആൻഡ് അത് കഴിഞ്ഞ് പിന്നെ അറിഞ്ഞു വന്നപ്പോഴെന്ന് കഴിഞ്ഞോ ഇതുമായിട്ട് റിലേറ്റഡുള്ള ആളുകളെല്ലാം എൻ്റെ വളരെ അടുത്ത ആളുകളാണ്. അവരെല്ലാം വളരെ ഇനോ പല വിധത്തിലും എൻ്റെ അടുത്ത് ക്ലോസ് ആയതും അതുമാത്രമല്ല വളരെ സമൂഹത്തിൻ്റെ വലിയ നിലയിൽ ഉള്ള ആളുകളാണ്. ഓബറോൺ മുഹമ്മദ് സാഹിബ് ഉണ്ടെന്ന് അറിഞ്ഞു. റാസി മൊയ്തീൻ ഞങ്ങളുടെ തന്നെ ഓർഗനൈസേഷനിലെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറാണ്. പിന്നെ കബീർ, പിന്നെ അവസാനമായി പറഞ്ഞു വന്നപ്പോഴത്തേക്കാന്ന് വെച്ചാൽ റിലേഷനായി. ആൻഡ് പിന്നെ എന്നെ ഏറ്റവും വലിയ റെക്കമെൻഡ് ചെയ്തത് ഞങ്ങളുടെ നജീബിൻ്റെയും ഞങ്ങളുടെ സിസ്റ്ററുണ്ട്. അപ്പോൾ സെയ്ത എന്ന് പറഞ്ഞു. അപ്പോൾ സെയ്ത ഇവിടെ വന്നിട്ടുണ്ട്, ഒരു ഹജ്ജെല്ലാം കഴിഞ്ഞ് ഒരു ഗ്രൂപ്പായിട്ട് ഇവിടെ വന്നു. അപ്പോൾ സെയ്ത ദുബായിലാണ്. അപ്പോൾ സെയ്ത എന്നെ എല്ലാ ദിവസവും വിളിക്കും, പോകണമെന്ന്. അങ്ങനെയാണ് അബൂബക്കർ സാഹിബ് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ സാഹിബ് എന്തായാലും ഞാൻ ജൂൺ ആദ്യം വരാം എന്ന് പറഞ്ഞു.
സോ പല വിധത്തിലും ഞങ്ങളുമായിട്ട് ഇവിടെ വന്നിട്ട് ഇത്രയും വലിയ ത്യാഗങ്ങൾ ചെയ്യുന്ന ഒരു വലിയൊരു കമ്മ്യൂണിറ്റി ആൻഡ് ഇതെല്ലാം എന്നിട്ട് ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് എല്ലാം കൂടെ ഉണ്ടാക്കിയിരിക്കുന്ന ഇത് കണ്ടപ്പോൾ അബൂബക്കർ സാഹിബ് അവസാനം പറഞ്ഞതെന്താ വെച്ചാൽ ഞങ്ങൾ ഇത് ഇങ്ങനെ വന്നിട്ട് ആളുകൾ എടുത്ത് പറയും, പക്ഷേ ഇത് സംഘാടകൻ ആര് വന്നാലും ശരി ഇതിൻ്റെ സംഘാടകനാകണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചലഞ്ചായിട്ട് വന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഈ വാർഷികം ഞാൻ വളരെ സന്തോഷത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തോട്ടെ. രണ്ടാമതായി എന്നെ ഇതിന് വിളിക്കുകയും ഈ കാര്യങ്ങൾക്കെല്ലാം മനസ്സിലാക്കാനും ഇത്രയും നല്ലൊരു സംരംഭത്തിൻ്റെ ഭാഗമാക്കാനും അല്ലെങ്കിൽ സംഘാടകനാക്കാനും ഞാൻ സംഘാടകൻ തന്നെ ആകുകയാണ്. അപ്പോൾ ആക്കാനും ഇടയാക്കിയതിന് വളരെ. പിന്നെ നവാസ് മീരാൻ ആണെങ്കിൽ ഞങ്ങൾ ഒരു ഫുട്ബോൾ കളിയിലാണിപ്പോൾ. അപ്പോൾ ഞങ്ങൾക്കൊരു ടീമുണ്ട് അവിടെ, ട്രിവാൻഡ്രം നജീബ്, ഞാൻ, പിന്നെ പല അവിടെ കുറച്ചുള്ള ആളുകളെല്ലാം ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാം കൂടെ ഒരു കൊമ്പൻസ് എന്ന് പറഞ്ഞ് ഡെവലപ്പ് ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫുട്ബോൾ, അദ്ദേഹത്തിൻ്റെ ബ്രദർ ഫിറോസ് എല്ലാം കൂടെയുള്ള ഒരു ഫുട്ബോൾ ക്ലബ്ബുമായിട്ട് അത് വളരെ ഒരു നല്ല സംരംഭമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇതുമായിട്ട് എങ്ങനെ സംഘടിപ്പിക്കാം എന്നുകൂടെ നോക്കണം. ഇവിടെ ഒരു ഫുട്ബോൾ സ്റ്റേഡിയം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള നോക്കണം. എന്നിട്ട് 750 ബെഡുള്ള ഒരു ഹോസ്പിറ്റൽ ഞാൻ ഒരു 25 വർഷം മുമ്പ് നജീബ് ഒരു 250 ബെഡുള്ള ഹോസ്പിറ്റൽ തുടങ്ങാനായിട്ട് ഒരു ഓണത്തിൻ്റെ ദിവസം ഡിക്ലെയർ ചെയ്തപ്പോൾ ഞാൻ തന്നെ പേടിച്ചു. പഠിച്ചോനെ ഇതെങ്ങനെയാണ് ഈ 250 ബെഡ് ഹോസ്പിറ്റൽ ഞാൻ നടത്താൻ പോവുക. പക്ഷേ അവനൊന്നും ചോദിക്കാതെ യാതൊരു മടിയുമില്ലാതെ ആളുകളെല്ലാം വിളിച്ചൊരു പ്രസ് കോൺഫറൻസ് എല്ലാം നടത്തി. അങ്ങനെ ഞാൻ കുടുങ്ങി. അപ്പോൾ അതിപ്പോൾ 1500 ബെഡോ ഏകദേശം 2000 ബെഡായി. അപ്പോൾ അതേപോലെ ഈ 750 ബെഡിൻ്റെ ഒരു സാഹസികത വളരെ കൂളായിട്ട് നവാസ് മീരാൻ പറയുന്നത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ദ കറേജ് ഈ ഹാസ്, ആ ധൈര്യം അത് ശരിക്കും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, അഡ്മയർ ചെയ്യുന്നു. 1-2 ഡിഫറൻറ്റ് ചിന്താഗതിയുള്ള ആളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് അത് മാത്രം പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഞാൻ ഈ ഭിന്നശേഷിയുടെ പലത്തിലും കൊട്ടാരക്കര ആശ്രയ എന്ന് പറഞ്ഞിട്ടൊരു ഓർഗനൈസേഷൻ, ആർക്കെങ്കിലും അറിയാമോ എന്നറിയില്ല. അയാൾക്ക് ഒരു കലാപുരം ജോസ് എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് അവിടെ ഇതുപോലൊരു ക്യാമ്പസ് ഉണ്ട്. ഇത്രയും നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. 1200 ഇൻമേറ്റ്സ് ഉണ്ട്. ഞാനിവിടെ പോയിട്ടില്ല. ഞാൻ അസറുദ്ദീൻ, ഡോക്ടർ അസറുദ്ദീൻ ഇസിയർ, അദ്ദേഹം ഞങ്ങളുടെ ട്രസ്റ്റും എഡ്യൂക്കേഷണൽ ഫൗണ്ടേഷനും എല്ലാം മാനേജ് ചെയ്യുന്ന അഡ്മിനിസ്ട്രേറ്ററാണ്. അങ്ങനെ ഡോക്ടർ അസറുദ്ദീനെ ഞാൻ പോയി നോക്കാൻ പറഞ്ഞ് എനിക്ക് പോകാൻ പറ്റിയില്ല. അവിടെ 1200ഓളം ഇൻമേറ്റ്സ് ഉണ്ട്, ഇതേപോലുള്ള വേരിയസ് കൈൻഡ്സ്. ആൻഡ് ഈ മൂപ്പര് ഇതുപോലെ തന്നെ ഒരു ഇത് വേണ്ടി വന്നു, ഒരു പല കാര്യങ്ങൾക്കായുള്ള സഹായവും അതും പലരും ഇതുപോലെ കോൺട്രിബ്യൂട്ട് ചെയ്തുണ്ടാക്കിയാണ് വളരെ നല്ലപോലെ നടത്തുന്ന ഒരു ഓർഗനൈസേഷൻ. തമിഴ്നാട്ടിൽ ഈ മസിൽ ഡിസ്ട്രോഫി എന്ന് പറഞ്ഞൊരു സുഖമുണ്ട്. ഈ മസിലും സ്പൈനും എല്ലാം ഡിസ്ട്രോഫിക്കായിട്ട് വന്നിട്ട് ഇതായിപ്പോവും. അപ്പോൾ അങ്ങനെ ഒരു ഗ്രൂപ്പിന് വേണ്ടിയിട്ട് അവിടെ 1000 കൂടുതൽ ഇൻമേറ്റ്സ് ഉണ്ട്. അവിടുത്തെ ആ പ്രധാന മാനേജർ തന്നെ ഈ മസിൽ ഡിസ്ട്രോഫി വന്ന ഒരാളാണ്. ആദ്യത്തെ മാനേജർ എനിക്കറിയാമായിരുന്നു, ഞാനിവിടെ പോയിരുന്നു. പിന്നെ പ്രൈം മിനിസ്റ്റർ എല്ലാം വിസിറ്റ് ചെയ്യുകയും അദ്ദേഹത്തിന് പത്മശ്രീ എല്ലാം കൊടുക്കുകയും ചെയ്ത ഒരു ഓർഗനൈസേഷനാണ്. അതുമായിട്ടും ഞങ്ങൾ ഡോക്ടേഴ്സിനെ എല്ലാം അയക്കുകയും എനിക്കൊരുപാട് കോൺടാക്റ്റ് ഉണ്ട്. ഞങ്ങൾക്ക് തന്നെ ഈ നജീബും ഞങ്ങളും എല്ലാം കൂടെ നടത്തുന്ന ഈ ഏർലി ഇൻ്റർവെൻഷൻ സെൻറ്റർ
ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ നാഗർകോയിലുണ്ട്, ട്രിവാൻഡ്രത്തുണ്ട്. പിന്നെ ഇത് ഹോസ്പിറ്റലിൻ്റെ ഒന്നും പാർട്ടല്ല, ഇത് ഞങ്ങളുടെ അല്ലാതുള്ള പാർട്ട്. പിന്നെ ഹോസ്പിറ്റലിൻ്റെ പാർട്ടായിട്ട് ബിയാകോട്ട് ഒരു നല്ല ന്യൂറോ റീഹാബിലിറ്റേഷൻ സെൻറ്ററും എല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെ ഈ വകുപ്പുമായിട്ട് പിന്നെ ഒരു ഗോപിനാഥ്, മുതുക്കാട് ഗോപിനാഥ് എന്ന് പറഞ്ഞിട്ട് ഒരു മജീഷ്യനുണ്ട്. അദ്ദേഹം വളരെ ക്ലോസ് ഫ്രണ്ടാണ് ഞങ്ങളുടെ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ട്രിവാൻഡ്രത്ത് തന്നെ ഡിഫറൻഷ്യലി ഏബിൾഡ് ഭിന്നശേഷിക്കാരുടെ ഒരു മാജിക്കൽ വേൾഡ്, അത് നല്ലൊരു ക്യാമ്പസാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു 20 acres ലാൻഡ് നമ്മുടെ അതിൻ്റെ പരിചയമുള്ള ഒരാളാണ് പിന്നെ കാസർഗോഡ് ഇതുപോലെ തന്നെ ഡൊണേറ്റ് ചെയ്തു. എന്നിട്ട് അവിടെ ഒരു ക്യാമ്പസ് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇതിൽ ശരിക്കും വിഷമിക്കുന്ന ആളുകളുടെ നമുക്ക് പരിചരിക്കേണ്ടതും അവർക്ക് എങ്ങനെ നമുക്ക് അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്ത് ഈ സൊസൈറ്റിയുടെ പാർട്ടാക്കാൻ പറ്റും എന്നുള്ളതും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിനുവേണ്ടി ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഞാൻ ഇതിൽ ഇടപെട്ട എല്ലാവരെയും ഞാൻ കൂപ്പുകൈകൂടി അഭിവാദ്യം ചെയ്യുന്നു. ഹോസ്പിറ്റലിൽ വരുന്നു അത് ട്രീറ്റ് ചെയ്യാനായിട്ട്. 1-2 കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. എന്തുകൊണ്ട് ഇത്രയും പ്രശ്നങ്ങൾ നമുക്ക് നേരത്തെ ഈ സമൂഹത്തിൽ തോന്നിയിട്ടില്ല? അത് നമ്മുടെ നെഗ്ലിജൻസ് കൊണ്ടാണോ അതോ ജസ്റ്റ് ഇത് കണ്ടുപിടിക്കാതിരുന്നത് കൊണ്ടാണോ എന്നെല്ലാം ഒന്ന് ആലോചിക്കുന്നത് ഒരു മിനിറ്റ് നേരത്തേക്ക് നന്നായിരിക്കും. ഇത് നെഗ്ലിജൻസ് ഒന്നും കൊണ്ടല്ല, കണ്ടുപിടിക്കാത്തത് കൊണ്ടുമല്ല. ഇതെല്ലാം നേരത്തെയും ഉണ്ടായിരുന്നു. ഇത്രയും ലെവലിലുണ്ടായിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. അതിനുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്നും നമ്മുടെ നാട്ടിലില്ല. അതുകൊണ്ട് പക്ഷേ ഇവരെല്ലാം സമൂഹത്തിൻ്റെ പാർട്ടായിരുന്നു. ആ സമൂഹം ഇതിനെ അബ്സോർബ് ചെയ്യാനായിട്ട് റെഡിയായിരുന്നു. നമ്മുടെ സമൂഹം അങ്ങനെ പ്രായമുള്ളവരെയും ഇങ്ങനെയുള്ള ഭിന്നശേഷിക്കാരെയും സമൂഹം ഉൾക്കൊള്ളുമായിരുന്നു, ഇൻക്ലൂസീവായിരുന്നു. അതിന്ന് മാറിയിട്ട് നമ്മുടെ ആറ്റിറ്റ്യൂഡ് കംപ്ലീറ്റായിട്ട് ചേഞ്ച് ചെയ്തു. നമുക്കിതെല്ലാം ഒരു ഇൻസ്റ്റിറ്റ്യൂഷനലൈസ് ചെയ്തിട്ട് അതിനു വേണ്ടി പ്രവർത്തിക്കാനായിട്ട് നമ്മളെല്ലാം വില്ലിങ്ങാണ്. പക്ഷേ അവരെ സമൂഹത്തിലേക്ക് ഉൾക്കൊള്ളാൻ നിങ്ങൾ ആരെങ്കിലും വില്ലിങ്ങാണോ, അതിന് ചലഞ്ചിങ് ആണോ എന്ന് ചോദിച്ചാൽ വളരെ കുറച്ച് പേരേ പറ്റുള്ളൂ, വളരെ കുറച്ച് പേരെ കാണുള്ളൂ. അതൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ആൻഡ് ഐ വാണ്ട് ടു ബ്രിങ് ഇറ്റ് യുവർ അറ്റൻഷൻ. ഐ ഡോണ്ട് ഹാവ് ആൻസേഴ്സ്. എനിക്കൊരു ഉത്തരവില്ല. പക്ഷേ ഡെഫിനറ്റായിട്ട് ഇത് സമൂഹത്തിൻ്റെ ഒരു വൈകല്യം കൂടെയാണ്. നമുക്കിത് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ചലഞ്ചാണ്. എല്ലാ മതത്തിലും ഇങ്ങനെയുള്ളവരെ നമ്മൾ ഉൾക്കൊള്ളണമെന്നുള്ള ആഹ്വാനമുണ്ട്. ആ ചലഞ്ച് ഇത് നമ്മൾ മെഴ്സിയായിട്ടോ കമ്പാഷനായിട്ടോ ഒന്നും ഞാൻ കരുതുന്നില്ല. അതൊന്നും അങ്ങനെയല്ല ഞാൻ ഇത് കരുതുന്നത്. ഇതിനെന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ ഇത് എനിക്ക് ബെനിഫിറ്റ്, അബൂബക്കർ പ്രസാദ് നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ബെനിഫിറ്റിന് വേണ്ടി ഞാൻ ചെയ്യുകയാണ്. അപ്പോൾ ആ ബോധത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അതെല്ലാം ആണെങ്കിലും ശരി, സമൂഹം ഒന്ന് ആലോചിക്കുക, ഒരു മിനിറ്റ് നമ്മൾ ഇത് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ള. രണ്ടാമത്തത്, എല്ലാത്തിനും ഒരു എൻഡ് പോയിൻ്റ് വേണം. സോ കുറച്ച് പേർക്കൊന്നും ഒരു എൻഡ് പോയിൻ്റ് കാണില്ല. അതായത് ഇത് എവിടം വരെ എത്തണം, എവിടം വരെ എത്തും, ഏത് നമ്പർ വരെ പോകും എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ആളുകളെ ഇപ്പോൾ ഞാൻ മിസ്റ്റർ വിജയരാഘവൻ 2-3 ആർട്ടിസം സ്കൂള് ട്രിവാൻഡ്രം നടത്തുന്നുണ്ട്. അതിൻ്റെയും ബോർഡിൽ ഞാൻ മെമ്പറാണ്. അവരുടെ ട്രീറ്റ്മെൻറ്റിലും ഞങ്ങൾക്ക് തന്നെ ഒരു 250ഓളം ഓട്ടിസം സ്റ്റുഡൻസ് ഡേ കെയറിൽ നമ്മുടെ ഹോസ്പിറ്റലിലുണ്ട്. അപ്പോൾ ഞാൻ ഈ കാര്യത്തിൽ വളരെ ഇൻവോൾവാണ്, പരിചയമുണ്ട്. പക്ഷേ ഈ ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്നതോടും എല്ലാം ഇതിനെ നമുക്കെങ്ങനെ ഒരു ചുരുക്കി പറയാൻ റിസർച്ച്
വിങ് വളരെ അത്യാവശ്യമാണ്. ഇത് റിസർച്ച് ചെയ്തിട്ട് എവരുടെ ഇൻ്റലിജൻറ്റ് കോൺഷ്യൻസും ഈ ഫോർ എക്സാമ്പിൾ സെക്കൻഡ് പോയിൻ്റ് ഈസ് ദ റീഹാബിലിറ്റേഷൻ ഓഫ് ദി പീപ്പിൾ. ഈ എവരെയെല്ലാം ആരെയെങ്കിലും നമുക്കൊരു ജോബ് ഉണ്ടാക്കി. ഇപ്പം ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെ ഏകദേശം 10 പേരെ ഭിന്നശേഷിക്കാരെ നമ്മൾ എംപ്ലോയ് ചെയ്തിട്ടുണ്ട്. അവരെ വളരെ നല്ലപോലെ എംപ്ലോയ് ചെയ്യുന്നുണ്ട്, അവർ നല്ലപോലെ ജോലി ചെയ്യുന്നുണ്ട്, ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇവരെ എത്രയും പലർക്കും ഒന്നും പറ്റില്ല എന്ന് എനിക്കറിയാം. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു. അബൂബക്കർ സാഹിബ് വാസ് വെരി കൈൻഡ് എന്നെ കൊണ്ട് കാണിക്കാനായിട്ട്. അപ്പോൾ ഇത് വളരെ എല്ലാവരും ഒരുപാട് പേർക്കൊന്നും പറ്റില്ല, പക്ഷേ ചില ആളുകൾക്ക് എപ്പോഴും നമുക്ക് പറ്റും. അദ്ദേഹം ചെയ്യുന്നുണ്ട്. ഞാൻ സ്വിമ്മിങ് മെഷീൻ കണ്ടു, റീഹാബിലിറ്റേഷൻ. അപ്പോൾ അങ്ങനെ ആ കൈൻഡുള്ള റീഹാബിലിറ്റേഷൻ വഴി അവരെ സെൽഫ് സഫീഷ്യൻ്റ് ആക്കാൻ എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നൊരു റിസർച്ച് തന്നെ ആവശ്യമുണ്ട്. രണ്ടാമത്തെ. മൂന്നാമത്തത് ഈ എന്തുകൊണ്ട് ഈ ഇങ്ങനെയുള്ള കേസസ് നമ്മൾ കൂടുതൽ നമ്മുടെ സൊസൈറ്റിയിൽ ഇൻക്രീസ് ചെയ്യുന്നു? അതാണ് ആദ്യം ഞാൻ ചോദിക്കേണ്ട ചോദ്യം. അത് പല കാരണങ്ങളുണ്ട്. ഇറ്റ് മേ ബി ടോക്സിക് നേച്ചർ. ഒരു പെർഫ്യൂംസിനെ പറ്റിയെല്ലാം സ്പ്രേ, പെസ്റ്റ് കൺട്രോൾ സ്പ്രേയെ പറ്റിയെല്ലാം നമ്മൾ വായിച്ചിട്ടുണ്ട്. അതിനകത്ത് പൊളിറ്റിക്സ് കാണാതിരിക്കാം, എനിക്കറിയില്ലത്. പക്ഷേ എന്തു തന്നെയായാലും ആ സ്പ്രേ കൊണ്ട് പിന്നെ ഒരുപാട് ജന്മവൈകല്യങ്ങളുണ്ടായിട്ടുണ്ട്. നമ്മൾ എത്രത്തോളം നമ്മുടെ കമ്മ്യൂണിറ്റിയോ ഓർ താഴേക്കടയിലുള്ള കമ്മ്യൂണിറ്റീസ് ഇതെല്ലാം അവോയ്ഡ് ചെയ്യാൻ, ഇങ്ങനെയുള്ള വൈകല്യങ്ങൾ വരാത്ത പ്രഗ്നൻസിയും പ്രശ്നങ്ങളും അപ്പോൾ ഒരു ലിമിറ്റ് വരെ നമുക്ക് അവോയ്ഡ് ചെയ്യാനേ പറ്റുള്ളൂ, അത് കഴിഞ്ഞാൽ വരില്ല. അപ്പോൾ അതിനുള്ള പ്രിവെൻഷൻ. അപ്പോൾ പ്രിവെൻഷൻ ഇതെന്ത് ചെയ്യാം എന്നുള്ള ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് ശ്രമിക്കുക. സോ ബോധവൽക്കരണത്തിന് വേണ്ടി ശ്രമിക്കുക. സൊസൈറ്റി തിങ്ക് ഫോർ എ മിനിറ്റ് വാട്ട് എൽസ് വി ക്യാൻ ഡു ഇറ്റ് ഇൻക്ലൂസീവ്ലി. നമുക്ക് എങ്ങനെ ഇൻക്ലൂസീവായിട്ട് ചെയ്യാൻ പറ്റും. മൂന്നാമത്തത്, അവരെ ഒരു ജോബും റീഹാബിലിറ്റേഷൻ വഴി എങ്ങനെ നമുക്ക് അവരെ ശരിക്കും ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വെളിയിൽ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് പിന്നെ ഹോസ്പിറ്റലിന് പൈസ കിട്ടുമെന്ന് എനിക്ക് യാതൊരു സംശയമില്ല. ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ, ഇതിനേക്കാളും ബ്യൂട്ടിഫുള്ളായ ഇൻഫ്രാസ്ട്രക്ചർ നവാസ് പ്രൊജക്റ്റ് ചെയ്തു. അതിനകത്തൊരു സംശയമില്ല. ഡെഡിക്കേറ്റഡ് ആയിട്ടും ഉള്ള വോളണ്ടിയേഴ്സും അത്ര സർവീസ് ഓറിയൻറ്റഡ് വോളണ്ടിയേഴ്സിനും കിട്ടുമെന്നും എനിക്ക് സംശയമില്ല. പക്ഷേ ഇതിൻ്റെ ഒരു ക്വാളിറ്റി ആസ്പെക്റ്റും മാനേജ്മെൻറ്റ് ആസ്പെക്റ്റും വളരെ വലുതാണ്. ഞാനിത് ചെയ്ത് കുഴഞ്ഞ് കിടക്കുന്നതുകൊണ്ട് മാത്രം പറയുന്ന ഒരു കാര്യമാണ്. ആ മാനേജ്മെൻറ്റ് ആസ്പെക്റ്റും ആ ക്വാളിറ്റി ആസ്പെക്റ്റും ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഒരു ചലഞ്ചാണ്. ആ ചലഞ്ച് നടക്കാൻ പറ്റില്ല എന്നും പറയില്ല. ഞാനിങ്ങനെയുള്ള പല ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഇത് പറഞ്ഞിട്ടുണ്ട് പണ്ടും. പക്ഷേ അവരെല്ലാം തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് അവരെല്ലാം കുറേ കഷ്ടപ്പെട്ടു. പക്ഷേ ഇപ്പോൾ അതെല്ലാം നടക്കുന്നുണ്ട്. സോ ഐ വാസ് ഓൾവേസ് പ്രൂവൺ റോങ്. ഐ വാണ്ട് ടു ബി പ്രൂവൺ റോങ്. ആൻഡ് പക്ഷേ ഇത്രയും വലിയ ബെഡുമായിട്ടുള്ള പോകുന്ന ആ സാഹസികതയ്ക്ക് മുമ്പ് നമ്മൾ ചെയ്യുന്നത് എന്തെല്ലാം ചെയ്യാൻ പറ്റും. കാര്യം വെച്ചാൽ ഒരു ടെർഷറി കെയറും ആ ലെവലിലേക്ക് പോകുമ്പോൾ ദ ഡിമാൻഡ് ഈസ് മച്ച് ഹയർ. അതിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒൺലി പിന്നെ ശരിക്കും ട്രെയിൻഡായിട്ടുള്ള ആളുകൾ കിട്ടിയാൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് വേറെ ഷോർട്ട് കട്ടൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ ഒരുപാട് ഫിലോസഫി എല്ലാം പറയാം, പക്ഷേ ആളിനെ കിട്ടണം. ആ ആളിനെ കിട്ടാനായിട്ട് പാടാണ്. അവരെ സസ്റ്റെയിൻ ചെയ്യാൻ പാടാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ. പക്ഷേ ഇവിടെ നിന്ന് ഇപ്പോൾ 1.5 മണിക്കൂറേ ഉള്ളൂ എറണാകുളത്ത് നിന്ന്, അതുകൊണ്ട് കിട്ടുമായിരിക്കാം. പിന്നെ കുറച്ചുകൂടി വരുന്നു, ജോലിയില്ലാതെ വരുമ്പോൾ ആളുകൾ വരുമായിരിക്കാം. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് ആലോചിച്ചിട്ട് വേണം ആ ചലഞ്ച് അത് ഫേസ് വൈസ് ആയിട്ടെല്ലാം എടുക്കാൻ പറ്റും. പിന്നെ 4ാമത്തെ കാര്യം നോ പ്രോഫിറ്റ് ആൻഡ് ചാരിറ്റബിൾ. അങ്ങനെയുള്ള ടേംസ് എല്ലാം വളരെ അട്രാക്റ്റീവാണ്. ഇറ്റ് ഈസ് അട്രാക്റ്റീവ്. ഐ ഓൾസോ ഡു വാട്ട് എവർ ഐ ക്യാൻ. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ കഴിയുന്നവർക്ക് ചാർജ് ചെയ്യുക, അവരെ പങ്കാളികളാക്കുക.
അർഹിക്കുന്നവർക്ക് കംപ്ലീറ്റായിട്ട് കൊടുക്കുക എന്നുള്ളൊരു ഫിലോസഫിയാണ് ഞാൻ എപ്പോഴും നടത്തുക. മനസ്സിലായില്ല? അപ്പോൾ പ്രോബ്ലി ഈ ഫിലോസഫിയുമായിട്ട് ഇതിൻ്റെ ഫൗണ്ടേഴ്സിന് വലുതായിട്ട് പൊരുത്തം പറയാൻ പറ്റില്ലായിരിക്കാം. പക്ഷേ ഇത് പറയുക എന്നുള്ള എൻ്റെ ഒരു ജോലി ആയതുകൊണ്ട് മാത്രം എൻ്റെ കടമയായതുകൊണ്ട് ഞാൻ പറയുക. ആൻഡ് ദീസ് ആർ ദ 5 points which came to my mind sitting there. അല്ല, അവിടെ ഇരുന്നപ്പോഴത്തേക്ക് എന്നെ മനസ്സിൽ വന്ന കാര്യങ്ങളാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കുന്ന ആളുകളെല്ലാം ഞാൻ വളരെ ആദരിക്കുന്നതും എന്നെക്കാളും 10 മടങ്ങ് ഈ സൊസൈറ്റിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ആളുകളാണ്. ഐ എം എ വെരി ചൈൽഡ് ഇൻ ദിസ് വൺ. എന്നെ ഈ സംരംഭത്തിന് ഇവിടെ വിളിച്ചത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ നിങ്ങളോട് അതിന് കൂപ്പുകയോടി നന്ദി പറയുന്നു. വളരെ താങ്ക്സ്. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. അബൂബക്കർ സാഹിബ് ഈ ഒരു ഗൈഡഡ് ടൂർ ഈ സ്ഥാപനങ്ങളിലെല്ലാം ഞങ്ങൾ വരുന്നതിന് മുമ്പ് കൊണ്ട് കാണിച്ചു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ പേര് ഏറ്റവും അന്വർത്ഥമായ ഒരു ഓർഗനൈസേഷനാണ് എന്ന് മനസ്സിലായി. പീസ് വാലി എന്ന് പറയുന്നത് സമാധാനത്തിൻ്റെ തീരമെന്നാണ്. അതുപോലെ തന്നെ ഏതോ ഒരു ബിൽഡിംഗ് ഞാൻ പോയപ്പോൾ കണ്ടു, സ്നേഹതീരം എന്ന് പറയുന്ന ബിൽഡിംഗ് കണ്ടു. ഞങ്ങളുടെ ജന്മസ്ഥലം എന്ന് പറയുന്നത് പെരുമാതുറയാണ്, ഞങ്ങളുടെ പപ്പയുടെ സ്ഥലം. അവിടെയുള്ള ആൾക്കാരെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് അതൊരു ഗൾഫ് മേഖലയാണ്. അവിടെ നിന്നുള്ള എല്ലാവരും ഗൾഫിലേക്ക് പോയി ഒരുപാട് പൈസ എല്ലാം ഉണ്ടാക്കി തിരിച്ചു വന്ന് അവിടെ താമസിക്കാതെ എല്ലാവരും തന്നെ തിരുവനന്തപുരത്തും കൊല്ലത്തും മറ്റുള്ള സ്ഥലങ്ങളിലും താമസിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ താമസിക്കുന്നവരെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഒരു സംഘടനയുണ്ടാക്കി. അതിൻ്റെ പേര് പെരുമാതുറ സ്നേഹതീരമെന്നാണ്. ആ സ്നേഹതീരത്തിൻ്റെ പേരിവിടെ കണ്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്ന കാര്യമാണ്. ആ സ്നേഹതീരത്തിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെരുമാതുറയിലുള്ള ആൾക്കാരെ അവർക്ക് വേണ്ട വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും മറ്റ് സാമൂഹ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും വേണ്ടത്ര സഹായം എല്ലാവരും കൂടെ സ്വരൂപിച്ചുകൊണ്ട് ചെയ്യുന്നുള്ളത്. അതിൻ്റെ ചീഫ് പേട്രൺ സാദിഖയാണ്, ഡോക്ടർ സദുള്ളയാണ്. അതിൻ്റെ പ്രസിഡൻറ്റ് ഞാനാണ് കുറേ വർഷങ്ങളായിട്ട്. അപ്പോൾ ഞങ്ങൾ കിംസിൻ്റെ CSR ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കുറേ കാര്യങ്ങളിവിടെ ചെയ്യുന്നുണ്ട്. ഇവിടെ അബൂബക്കർ സാഹിബ് വളരെ ഊർജ്ജസ്വലതയോടുകൂടി, സമർപ്പണ ഭാവത്തോടുകൂടി, വളരെ ആത്മാർത്ഥതയോടുകൂടി ഈ സ്ഥലം മുഴുവൻ കൊണ്ട് കാണിച്ചു കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു അത്ഭുതമായിട്ടാണ് തോന്നിയത്. ഹൃദയത്തിൻ്റെ ഉള്ളിൽ തട്ടുന്ന വികാരമാണ് അത് കഴിഞ്ഞപ്പോൾ ഉണ്ടായത്. കണ്ണീര് വീഴാതെ ഇത് കാണാനും കഴിയില്ല. ഈ പീസ് വാലിയുടെ ഭാഗമാകുവാൻ തീർച്ചയായിട്ടും ക്ഷണിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. ഭാഗമാകും എന്ന് ഉറപ്പ് നൽകുന്നു. മറ്റ് കാര്യങ്ങളൊക്കെ പറ്റി തന്നെ എൻ്റെ മൂത്ത ജ്യേഷ്ഠ സഹോദരൻ ഡോക്ടർ സഹദുള്ള അവരുടെ എല്ലാം കൃത്യമായി വിശദമായി പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഇത് നമുക്ക് കടന്നു കണ്ടപ്പോൾ സാബിത്താണെന്ന് തോന്നുന്നു, എൻ്റെ CEO ഒരാൾ പറഞ്ഞു ഒരു ഹബ് ആൻഡ് സ്പോക്ക് മോഡലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു. നമ്മളെല്ലാം തന്നെ ഇവിടെ ഫോക്കസ് ചെയ്യാതെ സബ് സെൻറ്റേഴ്സ്, ഇപ്പോൾ നമ്മൾ തണൽ പോലുള്ള ഓർഗനൈസേഷൻ ചെയ്ത പോലെ സബ് സെൻറ്റേഴ്സ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് വിപുലമായ രീതിയിൽ ആൾക്കാർക്ക് സഹായകരമായ രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ചെറിയ സെൻറ്റേഴ്സ് ഉണ്ടാക്കുകയും ഫോക്കസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അവിടെ ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചുകൂടി നന്നായിരിക്കുമെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയത് പറയുകയാണ്.
തീർച്ചയായിട്ടും ഇത് ഹൃദയത്തിലേറ്റി നടക്കുന്ന ഒരുപാട് ആൾക്കാരാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. ബഹുമാനപ്പെട്ട അബൂബക്കർ സാഹിബ്, ബഹുമാനപ്പെട്ട ജസ്റ്റിസ് അബ്ദുൾ റഹീം സാഹിബ്, ഒബ്രോൺ മുഹമ്മദ് സാഹിബ്, ഇപ്പോൾ നവാസ് മീരാൻ, ശ്രീ മോഹൻദാസ്, മറ്റ് എല്ലാവരും, റാസി തുടങ്ങി ഈ സംരംഭത്തിന് വേണ്ടി സമർപ്പണ ബോധത്തോടുകൂടി സഹായിക്കുന്ന എല്ലാവരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അനുമോദിക്കുകയാണ്. സർവശക്തൻ അവർക്കും അവരുടെ കുടുംബങ്ങൾക്കും എല്ലാവിധ അനുഗ്രഹങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ സംരംഭം കണ്ടപ്പോൾ തോന്നിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും മനോഹരമായ ഇൻഫ്രാസ്ട്രക്ചറുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ ഇത്രയും മനോഹരമായി മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു ഇൻഫ്രാസ്ട്രക്ചർ കാണാൻ വളരെ ബുദ്ധിമുട്ടാണ്. എത്രയോ അത് ഒന്ന് ഈ മാനേജ്മെൻറ്റിൻ്റെ കൃത്യമായ അതിനു വേണ്ടിയുള്ള ഒരു കൃത്യനിഷ്ഠയോടെയുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ. രണ്ട്, ഇവിടെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ സത്യസന്ധമായിട്ടുള്ള ഒരു പ്രവർത്തനം. അല്ലെങ്കിൽ ഇത് രണ്ടും യോജിച്ചല്ലാതെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ കിംസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ 25 ഇയേഴ്സ് മുമ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അന്ന് ഡോക്ടർ സദർ ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം, ഒറ്റ കാര്യമേ ഉള്ളൂ: നിങ്ങൾ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഏറ്റവും നല്ല എക്യുപ്മെൻറ്റ്സോടുകൂടി ക്ലീനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുക. ശുദ്ധിയാണ് ഏറ്റവും പ്രധാനം. അന്നിവിടെ ആ സമയത്ത് ഒരു പക്ഷേ ക്ലീനിങ് എന്നുള്ളൊരു കോൺസെപ്റ്റ് തന്നെ ഉണ്ടോ എന്ന് സംശയമുണ്ട്. നമ്മുടെ മെഡിക്കൽ കോളേജുകളിലും മറ്റുള്ള ആശുപത്രികളിലും ചെല്ലുമ്പോൾ നമുക്ക് ചെന്ന് കയറുമ്പോൾ കിട്ടുന്ന ഒരു ഹോസ്പിറ്റൽ സ്മെല്ലാണ്. അതിനു വേണ്ടിയുള്ള ലോഷനാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. അദ്ദേഹം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി തിരിച്ച് സൗദിയിൽ നിന്ന് വരുമ്പോൾ ഹോസ്പിറ്റൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയുള്ള മുഴുവൻ എക്യുപ്മെൻറ്റ്സും, എന്നിട്ട് അതിന് അറ്റ്ലീസ്റ്റ് ഒരു 2 കൊല്ലത്തെ യൂസ് ചെയ്യാനുള്ള മെറ്റീരിയൽസ് അവിടെ നിന്ന് കൊണ്ടുവന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഏറ്റവും ശുചിയായി സൂക്ഷിക്കുന്നത്. ഒരു 300-400 പേരുള്ളൊരു ടീമാണ്. ഒരാൾ കയറി ഇറങ്ങിയാൽ അപ്പം തന്നെ അത് ക്ലീൻ ചെയ്യുന്നൊരു സംവിധാനമാണ് കിംസിലുള്ളത്. അതിനേക്കാൾ ബെറ്ററായിട്ടുള്ളൊരു സംവിധാനമാണ് ഇവിടെ ഉള്ളത് എന്ന് നമുക്ക് അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതിൽ വലിയ സന്തോഷമുണ്ട്. ഇത്രയാണ് പറയാനുള്ളത്. നമ്മുടെ ഇപ്പോൾ ഞങ്ങളുടെ സഹോദരിയുടെ കാര്യം പറയും, സൈദാണ് ഞങ്ങളുടെ പ്രചോദനം. പുള്ളിക്കാരി മിക്കവാറും ഒരുപാട് പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പല പ്രാവശ്യം എന്നോട് പറഞ്ഞു വന്ന് കാണണമെന്ന് പറഞ്ഞു. പല കാരണങ്ങൾ കൊണ്ട് കഴിഞ്ഞില്ല. ഇപ്പോൾ റഹീം സാറ് നിർബന്ധമായിട്ട് പറഞ്ഞു വന്നേ പറ്റൂ, ഒരു കാരണവശാലും വരാതിരിക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് ഉടനെ ഒബ്രോൺ മുഹമ്മദ് സാഹിബ് പറഞ്ഞു വന്നേ പറ്റൂ, എൻ്റെ കാറിൽ പോവാം, വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാം. അങ്ങനെ ഒരുപാട് ഓഫർ തന്നത്. അത് കഴിഞ്ഞാണ് അബൂബക്കർ സാഹിബ് വിളിച്ചു. അത് കഴിഞ്ഞ ഉടനെയാണ് മനസ്സിലാക്കുന്നത്, നമ്മളുമായിട്ടുള്ള ബന്ധം അബൂബക്കർ സാഹിബിൻ്റെ മനസ്സിലാക്കുന്നത്. കബീറിനോട് ഇരിപ്പുണ്ട്. അപ്പോൾ കബീറിൻ്റെ ഫാദറിലെയാണ് ഫരീദ് സാഹിബ്, ഞങ്ങളുടെ ബ്രദറിലെയാണ്, അദ്ദേഹത്തിൻ്റെ ബന്ധമാണെന്ന് മനസ്സിലായി. അപ്പോൾ എല്ലാം ഒരു പടച്ചവൻ്റെ നിമിത്തമാണ്. അല്ലാഹുവിൻ്റെ ഏറ്റവും അനുഗ്രഹീതമായ ഒരു സ്ഥലമാണ് ഇത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എല്ലാവിധ അനുഗ്രഹങ്ങളും സർവശക്തി നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. വേദിയിൽ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഫ്രണ്ടിലിരിക്കുന്നതിനേക്കാൾ പ്രാധാന്യത്തോടു കൂടി പുറകിലിരിക്കുന്ന
ഓരോ വിശിഷ്ട വ്യക്തികളെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാർ, പീസ് വാലിയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥിരം നാവാണ് എൻ്റേത്. എപ്പോഴും ഉരുവിടാനുള്ളത് ഒരേ വാചകങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു പ്രസംഗത്തിന് ഇവിടെ യാതൊരു പ്രസക്തിയുമില്ല. ഞാനൊരു ചെറിയ സംഭവം, ഒരറിവ് അല്ലെങ്കിൽ ഒരു അനുഭവം മാത്രം ഞാനിവിടെ പറയുകയാണ്. ഈ അനുഭവം ഒരു ചെറിയ കുറിപ്പായിട്ട് ഒരു 2-3 ആഴ്ച മുമ്പ് മാധ്യമത്തിൻ്റെ വാരാന്ത്യ മാധ്യമം സൺഡേ സപ്ലിമെൻറ്റിൽ വന്നിരുന്നു. ഏകദേശം 10 കൊല്ലം മുമ്പ്. ഞാൻ അന്ന് ഹൈക്കോടതിയിൽ ന്യായാധിപനാണ്. ഒരു ഏകദേശം സീനിയർ ജഡ്ജാണ്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്ന ആ വിഭാഗം കേസുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാലമാണ്. എൻ്റെ കൂടെ എൻ്റെ മറ്റൊരു സുഹൃത്തായ ഒരു ജൂനിയർ ന്യായാധിപനും കൂടെയുണ്ട്. അപ്പോൾ ഒരു ദിവസം ഒരു ഹർജി ഞങ്ങളുടെ മുന്നിൽ വന്നു. ആ ഹർജി ഒരു കുട്ടിയുടെ പിതാവ് ഫയൽ ചെയ്തിരുന്നതായിരുന്നു. ആ ഹർജിയിലെ ഇതിവൃത്തം ചുരുക്കമായി പറഞ്ഞാൽ, എൻ്റെ 2.5 വയസ്സുള്ള പെൺകുട്ടിയെ എൻ്റെ ഭാര്യയും ആ കുട്ടിയുടെ മാതാവുമായ എൻ്റെ ഭാര്യ അന്യായമായി തടങ്കലിൽ വെച്ചിരിക്കുകയാണ്. ആ കുട്ടി ഗുരുതരമായ കരൾ രോഗം ബാധിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ കുട്ടി അടിയന്തരമായി കരൾമാറ്റ ശസ്ത്രക്രിയ നടത്തിയില്ലെങ്കിൽ ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയില്ല. ഇതാണ് അതിൻ്റെ ഒരു രത്നച്ചുരുക്കം ഈ ഹർജിയുടെ. 4 അതിരുകൾക്കകത്ത് നിന്ന് ചിന്തിച്ചപ്പോൾ മാതാവിൻ്റെ കസ്റ്റഡിയിലുള്ള, മാതാവിൻ്റെ കൈവശമുള്ളൊരു കുട്ടി അന്യായ തടങ്കലിലാണ് എന്നൊരിക്കലും പറയാൻ പറ്റില്ല. ഇത് യഥാർത്ഥത്തിൽ ഒരു കുട്ടിയുടെ കൈവശാവകാശത്തെ സംബന്ധിച്ച് മാതാവും പിതാവും തമ്മിലുള്ള തർക്കമാണ്. ആ തർക്കം ഒരിക്കലും ഒരു ഹേബിയസ് കോർപ്പസ് ഹർജിയുടെ പരിധിയിൽ വരുന്ന കാര്യമല്ല. ആ തർക്കം ഈ കുട്ടിയുടെ കൈവശാവകാശത്തിന് അല്ലെങ്കിൽ കസ്റ്റഡിക്ക് ഏറ്റവും യോജിച്ചത് മാതാവിനെ ഏൽപ്പിക്കുന്നതാണോ പിതാവിനെ ഏൽപ്പിക്കുന്നതാണോ എന്നുള്ളത് കുടുംബ കോടതി തീരുമാനിക്കേണ്ട കാര്യമാണ്. അത് ഗാർഡിയൻ ആൻഡ് വാട്ട്സ് ആക്ട് പ്രകാരം തീരുമാനിക്കേണ്ട ഒരു ഡിസ്പ്യൂട്ടാണ്, ഒരു തർക്കമാണ്. അപ്പോൾ ഹാജരായ വക്കീലിനോട് ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞു, നിങ്ങൾ കുടുംബ കോടതിയിൽ പോകൂ, ഇത് ഹേബിയസ് കോർപ്പസുമായിട്ട് ഇവിടെ വന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ആ ഹർജി തള്ളാൻ, കുടുംബ കോടതിയിൽ പോകാനുള്ള അവകാശം നിലനിർത്തിക്കൊണ്ട് തള്ളാൻ തീരുമാനിച്ചു. വിധിന്യായം പുറപ്പെടുവിക്കാൻ വേണ്ടി ഡിക്റ്റേഷൻ കൊടുക്കാൻ മുതിരുന്നതിന് തൊട്ട് മുമ്പ് ഈ വക്കീൽ ഒരു സബ്മിഷനും കൂടെ നടത്തി. ലോർഡ്ഷിപ്പ്, അതുവരെ എൻ്റെ കുട്ടി ജീവിച്ചിരിക്കില്ല. ലോർഡ്ഷിപ്സ്, അതുവരെ എൻ്റെ കുട്ടി ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞു. എവിടെയോ ഒരു കൊള്ളിയാൻ മിന്നി ഹൃദയത്തിൻ്റെ ഏതോ ഒരു കോണിൽ. നമ്മൾ ഈ ഹർജി തള്ളിക്കൊണ്ട് ഇയാളെ ഫാമിലി കോടതിയിലേക്ക് പറഞ്ഞു വിടുന്ന അവസരത്തിൽ ഇദ്ദേഹം പറഞ്ഞ മാതിരി ആ കുട്ടി അതുകൊണ്ട് മാത്രം മരിച്ചു പോവുകയാണെങ്കിൽ ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം ഞങ്ങളുടെ കൂടി ഉള്ളിൽ വരില്ലേ എന്നുള്ളൊരു ചിന്തയായിരുന്നു അത്. അപ്പോൾ ഒരു നിമിഷം ഞങ്ങൾ 2 പേരും കൂടെ സ്വകാര്യമായി ആലോചിച്ചിട്ട് ആ കേസ് അടുത്ത ദിവസത്തേക്ക് മാറ്റിവെച്ചു. കോടതിയിലുണ്ടായിരുന്ന ഗവൺമെൻറ് വക്കീലിനോട് പറഞ്ഞു, നിങ്ങൾ ഈ കുട്ടിയെ ചികിത്സിക്കുന്ന തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ അടിയന്തരമായി ഈ കുട്ടിയുടെ ഒരു മെഡിക്കൽ റിപ്പോർട്ട്, അവിടുത്തെ ഡോക്ടറെ, ഈ കുട്ടിയെ ചികിത്സിക്കുന്ന ഡോക്ടർ ഒരു മെഡിക്കൽ റിപ്പോർട്ട് വാങ്ങണം എന്ന് പറഞ്ഞു. ആ മെഡിക്കൽ റിപ്പോർട്ട് ഹാജരാക്കണമെന്ന് പറഞ്ഞു. അടുത്ത ദിവസം കേസെടുത്തപ്പോൾ മെഡിക്കൽ റിപ്പോർട്ട് വന്നു. 6 മാസമായി ഈ കുട്ടി ഗുരുതരമായ കരൾ രോഗത്തിന് ചികിത്സയിലാണ്. കരൾ മാറ്റ ശസ്ത്രക്രിയ മാത്രമാണ് ഈ കുട്ടിയുടെ ജീവൻ നിലനിർത്താനുള്ള ഏക പോംവഴി. അത് ഈ കുട്ടിയുടെ മാതാപിതാക്കളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്ക് തയ്യാറായി ഈ കുട്ടിയെ ഇതുവരെ അഡ്മിറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ഈ റിപ്പോർട്ട് ഞങ്ങൾ വളരെ ഞെട്ടിക്കുന്നതായിരുന്നു.
അപ്പോൾ തന്നെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറെ ഞങ്ങൾ കേസിൽ സ്വമേധയാ കക്ഷി ചേർത്തു. ഏത് ആശുപത്രിയിലാണ് കുട്ടിയുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നതെന്ന് നോക്കിയപ്പോൾ അത് കിംസ് ഹോസ്പിറ്റലായിരുന്നു. കിംസ് ഹോസ്പിറ്റലിന് ഞങ്ങൾ കക്ഷി ചേർത്തു. കുട്ടിയെ പിറ്റേ ദിവസം തന്നെ കിംസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ മാതാവിന് നിർദ്ദേശം കൊടുത്തു. ഏതെങ്കിലും കാരണവശാൽ മാതാവ് അതിന് വിസമ്മതിച്ചാൽ പോലീസ് കമ്മീഷണറോട് ഈ കുട്ടിയെ കസ്റ്റഡിയിലെടുത്ത് കിംസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. പിന്നീട് കാര്യങ്ങൾ വളരെ ദ്രുതഗതിയിൽ നീങ്ങി. പല പ്രാവശ്യം കേസ് പോസ്റ്റ് ചെയ്തു, ഓരോ ദിവസം ഇടവിട്ടും കേസ് പോസ്റ്റ് ചെയ്തു. അപ്പോൾ കിംസ് ഹോസ്പിറ്റലിന് വേണ്ടി ഹാജരായ വക്കീലിനോട് ചോദിച്ചു, എത്ര രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ കരൾമാറ്റ ശസ്ത്രക്രിയ നടത്താമെന്ന് ചോദിച്ചു. പിറ്റേ ദിവസം മറുപടി പറഞ്ഞു, 18 ലക്ഷം രൂപയാണ് സാധാരണ ചാർജ് ചെയ്തിരുന്നത്, ഇതൊരു പ്രത്യേക കേസായിട്ട് ഞങ്ങൾ 10 ലക്ഷം രൂപയ്ക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞു. ഗവൺമെൻറ് വക്കീലിനോട് കൊടുത്തു, ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും സ്കീമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ കാരുണ്യ ബെനവലൻ ഫണ്ടിൽ ഈ ചികിത്സയുടെ മൊത്തം ചിലവെടുത്തോളാമെന്ന് ഗവൺമെൻറ് പറഞ്ഞു. ഇതൊക്കെ വളരെ ദ്രുതഗതിയിൽ നടന്നാലും ആര് കരൾ കൊടുക്കും? ഒരു ദാതാവിനെ കണ്ടെത്തണ്ടേ? അത്ഭുതമെന്ന് പറയട്ടെ, കിംസ് ഹോസ്പിറ്റലിൽ ഒരു ആശാ വർക്കർ സ്ത്രീ, ഈ കുട്ടിയുടെ മതവിഭാഗത്തിൽപ്പെടുന്നതല്ലാത്ത മറ്റൊരു മതവിഭാഗത്തിൽപ്പെടുന്നതായ ഒരു ആശാ വർക്കർ സ്ത്രീ ഈ കരൾ കൊടുക്കാൻ അതിൻ്റെ ബ്ലഡ് ഗ്രൂപ്പൊക്കെ മാച്ചിങ്ങായി വന്നു. കരൾമാറ്റ ശസ്ത്രക്രിയ നടന്നു. ശസ്ത്രക്രിയ വിജയകരമായിരുന്നു. ആ ഒരവസരത്തിൽ എന്തുകൊണ്ടോ എനിക്ക് തോന്നി, ഇത്ര ശുഷ്കാന്തിയോടുകൂടി ഈ കാര്യങ്ങൾ ചെയ്ത ആശുപത്രിയുടെ മാനേജ്മെൻറ്റിനെ ഒന്ന് ബന്ധപ്പെട്ട് അപ്രീഷിയേറ്റ് ചെയ്യണം എന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായി ഡോക്ടർ സഹദുള്ളയുമായി ടെലിഫോണിൽ സംസാരിക്കുന്നത്. ഡോക്ടർ സഹദുള്ള എന്നോട് പറഞ്ഞു, കുട്ടിയെ ഇന്ന ദിവസം ഡിസ്ചാർജ് ചെയ്യും, സാറ് വരണം, തിരുവനന്തപുരത്ത് വരണം എന്ന് പറഞ്ഞു. ഞാനും ഭാര്യയുമായി കുട്ടിയെ ഡിസ്ചാർജ് ചെയ്യുന്നെന്ന് തിരുവനന്തപുരത്ത് എന്ന് ലളിതമായൊരു ചടങ്ങിൽ പങ്കെടുത്തു, സന്തോഷം പങ്കിട്ടു. ഈ കരൾ പകുത്ത് നൽകിയ ആശാ വർക്കറുടെ കയ്യിലിരുന്നു കൊണ്ട് ആ കുട്ടി ഞങ്ങൾ കൊടുത്ത മധുരപലഹാരങ്ങളും മിഠായിയൊക്കെ കഴിച്ച് ചിരിച്ച് കളിച്ചിരിക്കുന്ന ഒരു കാഴ്ച കാണാനിടയായി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒരു ജീവൻ നിലനിർത്താൻ അല്ലെങ്കിൽ ഒരു ജീവന് സംരക്ഷണം നൽകാൻ നമുക്ക് കഴിയുക, അല്ലെങ്കിൽ ഒരു ജീവൻ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്കൊരു സഹായം നൽകാൻ കഴിയുക എന്ന് പറയുന്നത് എപ്പോഴും വീണ് കിട്ടുന്നൊരവസരമല്ല. അത് ആകസ്മികമായി ദൈവം നമുക്ക് എപ്പോഴെങ്കിലും തരുന്നൊരവസരമാണ്. ആ അവസരത്തിന് പങ്കാളിയാകാൻ എനിക്കും ഡോക്ടർ സഹദുള്ളയ്ക്കും കഴിഞ്ഞത് ഞങ്ങളുടെ ഒരു ആത്മബന്ധത്തിലേക്കുള്ള വളർച്ചയുടെ ഭാഗമായി മാറി. പീസ് വാലിയും ആയിട്ടുള്ള ബന്ധവും അതുപോലെ തന്നെ. ഞാൻ ഡോക്ടറോട് ഇപ്പോൾ കുറച്ച് നേരത്തെയും കൂടെ പറഞ്ഞു, ആകസ്മികമായിട്ട് ഇവിടെ ഒരു പരിപാടിക്ക് വന്നതാണ്, പക്ഷേ പീസ് വാലി എവിടെയോ കൊളുത്തി വലിച്ചു, ആ ബന്ധത്തിൽ നിന്നും മോചനം നേടാൻ കഴിയുന്നില്ല. അപ്പോൾ അബൂബക്കർക്ക ഡോക്ടറോട് പറഞ്ഞു, ഇന്നത്തോടുകൂടി ഡോക്ടറെയും നജീബ് സാഹിബിനെയും സംബന്ധിച്ചുള്ള എൻ്റെ പണി തീർന്നു, ഞാനിത് കാണിച്ചു, ബാക്കി നിങ്ങളുടെ ചുമതലയാണെന്ന്. ആ ചുമതല ഡോക്ടർ വളരെ ഭംഗിയായിട്ട് നിർവഹിക്കുമെന്നുള്ള എൻ്റെ പഴയ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് അബൂബക്കർക്കായോട് ഒരുപാട് കാലമായിട്ട് ഞാൻ പറഞ്ഞു, നമുക്ക് ഡോക്ടർ സഹദുള്ളയെ ഇവിടെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. ആ ദൗത്യം ഞാൻ ഏറ്റെടുത്തു. ഡോക്ടർ അത് സന്മനസ്സോടുകൂടി സ്വീകരിച്ചു. ഇവിടെ വന്നു, കണ്ട് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഡോക്ടറിൽ നിന്നും ഡോക്ടർ സ്ഥാപനത്തിൽ നിന്നും നമുക്ക് ഒരുപാട് സപ്പോർട്ട് പ്രതീക്ഷിക്കാം. തീർച്ചയായും അതുണ്ടാകും. അത്തരത്തിലുള്ളൊരു കരുണ നിറഞ്ഞ മനസ്സിൻ്റെ ഉടമയായിട്ടുള്ള ഡോക്ടർ സഹദുള്ളയും അദ്ദേഹത്തിൻ്റെ മുഴുവൻ ശക്തിയുമായി ഒപ്പം നിൽക്കുന്ന നജീബ് സാഹിബും ഈ സംരംഭം സന്ദർശിക്കാനിട തന്നത് സർവശക്തൻ്റെ ഒരു ഇടപെടലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടിയുടെ കാര്യത്തിൽ ഉണ്ടായതുപോലെയുള്ള ഒരു ഇടപെടലായി നമുക്ക് കാണാം. മുന്നോട്ടുള്ള പ്രയാണത്തിൽ
എല്ലാ സഹകരണങ്ങളും അവർ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. ഇവിടെ പറഞ്ഞതുപോലെ നമ്മളെക്കാളൊക്കെ അനുഗ്രഹീതരായ 1000 അന്തേവാസികൾ ഇവിടെ കിടക്കുകയാണ്. നമ്മളെക്കാൾ അനുഗ്രഹീതരാകുന്നത് അവരാണ്, നമ്മളെക്കാളൊക്കെ സ്വീകാര്യപ്പെടുന്നത് എന്നുള്ളത് കൊണ്ടാണ്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മുടെ കടമയാണെങ്കിൽ ആ കർമ്മങ്ങളുടെ പ്രതിഫലം പറ്റുന്ന അവർ സംശുദ്ധരാണ്, നമ്മളെക്കാളൊക്കെ വളരെ കൂടുതൽ. ആ സംശുദ്ധരെ നമുക്ക് നെഞ്ചിലേറ്റാൻ കഴിഞ്ഞാൽ അതിൻ്റെ കൃതാർത്ഥത എന്ന് പറയുന്നതാണ് നമ്മുടെ സമർപ്പണം എന്ന് പറയുന്നത്. ആ സമർപ്പണത്തിന് വേണ്ടി തയ്യാറായി ഓരോരുത്തരും മുന്നോട്ട് വരുന്ന കാഴ്ചയാണ് പീസ് വാലിയിൽ കാണാൻ കഴിയുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും. നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഇനിയും ഇത്തരത്തിലുള്ള അനേക സഹകരണങ്ങൾ ഇവിടെ ഉണ്ടാകുമെന്ന് ഉറപ്പുണ്ട്. ഈ സ്ഥാപനം അബൂബക്കർക്ക് എപ്പോഴും പറയാറുള്ളത് പോലെ ഞങ്ങളുടെ ആരുടെയും മികവ് കൊണ്ടല്ല, ഇത് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നിലനിൽക്കുന്നൊരു സ്ഥാപനമാണ് എന്നുള്ളത് ഊന്നി പറയാറുണ്ട്. ആ ഊന്നലിലും ആ വിശ്വാസത്തിലും നമുക്ക് മുന്നേറാം എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും മറ്റു ഇവിടെ എത്തിയിരിക്കുന്ന മറ്റുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും ഞാൻ ആദ്യമായി എൻ്റെ സന്തോഷം പങ്കുവയ്ക്കുകയാണ്. ഇവിടെ ഇന്ന് നമ്മൾ ഈ ആനിവേഴ്സറിക്കായി ക്ഷണിച്ച് എത്തിയിട്ടുള്ള 2 പ്രധാന വ്യക്തിത്വങ്ങൾ ഡോക്ടർ സഅദുള്ളയും മിസ്റ്റർ നജീബും. ഈ 2 വ്യക്തിത്വങ്ങൾ ഇന്നിവിടെ വരുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് അതിയായ സന്തോഷമുണ്ടായി. അബൂബക്കർ സാഹിബ് അവിടെ പോയി വന്നതിന് ശേഷം ഇവരിവിടെ വരുന്നു, ഇന്നത് ഡേറ്റിലുണ്ടാകും, അതുകൊണ്ട് ആ ദിവസം നിങ്ങൾ തീർച്ചയായിട്ടും വരണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ വരും. പ്രത്യേകിച്ച് ഡോക്ടർ സഅദുള്ള നജീബും എത്തുന്ന ഒരു സദസ്സിൽ എനിക്ക് വരാതിരിക്കാൻ കഴിയില്ല. ഒരുപാട് കാലത്തെ അടുപ്പവും പരിചയവും ഇവരുമായി എനിക്കുണ്ട്. 2005 വരെയുള്ള 74 മുതൽ 2005 വരെയുള്ള കാലഘട്ടം എൻ്റെ തിരുവനന്തപുരം ജീവിതമായിരുന്നു. ആ സമയങ്ങളിലെല്ലാം പല അവസരങ്ങളിലും കുടുംബപരമായി തന്നെ ഇവരുമായി ഞങ്ങൾ പലപ്പോഴും കാണുകയും സന്തോഷം പങ്കിടുകയും അവരുടെ ആവശ്യങ്ങളിൽ പങ്കെടുക്കുകയും ഞങ്ങളുടെ ആവശ്യങ്ങളിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തതാണ് ഇവർ 2 പേരും. ആ നിലയ്ക്ക് എനിക്ക് ഇവിടെ വരാൻ ഒരു വിധത്തിലും എൻ്റെ വരവ് ഒഴിവാക്കാൻ കഴിയുകയില്ല. ഇതിലൊരു പ്രധാന കാര്യം, ഡോക്ടർ സഅദുള്ള എന്നൊരു വ്യക്തിയെക്കുറിച്ച് ഒരു നീണ്ട കാലത്തെ പരിചയം എനിക്കുള്ളതുകൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിപ്രഭാവം, അദ്ദേഹത്തെ നമ്മൾ കാണുമ്പോൾ, അദ്ദേഹത്തിൻ്റെ മുഖം നമ്മൾ ദർശിക്കുമ്പോൾ നമുക്ക് അദ്ദേഹത്തിനുണ്ടാകുന്ന ബഹുമാനം, അത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലും അത് തന്നെയാണ്. ഇതിന് ഒരു വ്യക്തിത്വത്തിനൊരു മാറ്റവുമില്ല. കാര്യങ്ങൾ പറ്റാത്ത കാര്യങ്ങൾ പറ്റില്ല എന്ന് വ്യക്തമായി പറയുകയും അതേസമയം പറയുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വം അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ നമ്മുടെ ഈ സ്ഥാപനത്തിൽ വരികയും നമ്മളുമായി കാര്യങ്ങളെല്ലാം ആശയവിനിമയങ്ങൾ പങ്കിടുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായും നമ്മളോട് കൂടെ ഒരു ഇവിടെ ഫർദറായിട്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളൊരു കാലം സമയം അദ്ദേഹം അല്ലെങ്കിൽ നജീബും വളരെ അടുത്ത ബന്ധം സ്ഥാപിക്കുമെന്നും ഈ സ്ഥാപനങ്ങൾക്കെല്ലാം അതിനെ ഒരു കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി നടത്താൻ കഴിയുമെന്നും എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്.
അപ്പോൾ അത്തരത്തിൽ ഇവരെ രണ്ടുപേരുടെയും ആത്മാർത്ഥമായ സഹകരണം എല്ലാ വിധത്തിലും ഈ സ്ഥാപനത്തിനുണ്ടാകണമെന്ന് അപേക്ഷിക്കുകയാണ്. ഇവിടെ നമ്മൾ കണ്ടു, എല്ലാ വാർഡുകളും നമ്മൾ എല്ലാ ബിൽഡിങ്ങുകളും പോയി സന്ദർശിച്ചു. ഓരോ രോഗികളുടെയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കണ്ട് മനസ്സിലാക്കി. ഓരോ പ്രാവശ്യം ഇവിടെ വരുമ്പോഴും ഈ രോഗികളുടെ അടുത്ത് പോകുമ്പോൾ ഒരുതരം മരവിപ്പാണ് നമുക്ക് തോന്നുക. ആ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും രോഗാവസ്ഥയും എല്ലാം കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു മരവിപ്പ്, അത് വീണ്ടും വീണ്ടും ഒന്ന് കാണുമ്പോൾ വീണ്ടും അത് തന്നെയാണ് നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നത്. അതാണ് ഈ പീസ് വാലിയോട് ഏറ്റവും കൂടുതൽ അടുത്ത് സഹകരിച്ച് ഇവരെ മാനേജ്മെൻറ്റുമായി കൂടുതൽ അടുത്ത് കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ഹോസ്പിറ്റലിനെ കുറിച്ച് പറയുമ്പോൾ അതൊരു പ്രപ്പോസൽ വന്നു, ഞങ്ങളൊക്കെ സഹകരിക്കാമെന്ന് പറഞ്ഞു. അതിൻ്റെ ചെയർമാനായി നവാസ് മീരാനെ തിരഞ്ഞെടുത്തു. അപ്പോൾ ഞങ്ങൾക്ക് അതിനകത്ത് ഒന്നും കൂടെ താല്പര്യം കൂടി, കാര്യങ്ങൾ ശരിയായ വിധത്തിൽ നടക്കും എന്നുള്ളൊരു ഉറപ്പ് മനസ്സിന് വന്നു. പക്ഷേ ഒരു ചാരിറ്റി എന്നുള്ള നിലയിലല്ല ഞങ്ങൾ ഹോസ്പിറ്റൽ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ശരിക്കും ഇതൊരു അഫോർഡബിൾ ഹോസ്പിറ്റൽ എന്നുള്ള, ഞാൻ ചെയർമാൻ്റെ സമൂഹത്തോടുകൂടി പറയുകയാണ്, ഒരു അഫോർഡബിൾ ഹോസ്പിറ്റൽ എന്നേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇതുകൊണ്ട് പരിപൂർണമായി ഒരു ചാരിറ്റി ചെയ്തൊരു ഹോസ്പിറ്റലെ കൊണ്ട് പ്രവർത്തിപ്പിക്കാൻ നമുക്ക് സാധ്യമല്ല എന്നുള്ള കാര്യം ഡോക്ടർക്ക് അറിയാമല്ലോ. അതെന്തായാലും സാധ്യമല്ല. പക്ഷേ നമ്മളൊരു അഫോർഡബിൾ ഹോസ്പിറ്റൽ എന്ന നിലയിൽ നോ പ്രോഫിറ്റ് നോ ലോസ്, അല്ലെങ്കിൽ ഒരു മിനിമം പ്രോഫിറ്റ് നമ്മൾ എടുത്തുകൊണ്ട് മാത്രം ഈ ഹോസ്പിറ്റൽ പ്രപ്പോസ്ഡ് ഹോസ്പിറ്റൽ നടത്തുവാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഈ ഹോസ്പിറ്റലിനോട് കൂടി തന്നെ നമ്മളൊരു പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും കൂടെ നമ്മളോട് നേരത്തെ കാണിച്ചു. ആ പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടെ വരുന്നതോടുകൂടി നേരത്തെ ഡോക്ടർ ഉദ്ദേശിച്ച നമ്മുടെ സ്റ്റാഫുകളെ കിട്ടാനുള്ള ബുദ്ധിമുട്ട് ഒരു പരിധി വരെ നമുക്ക് അതുകൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയും. കാരണം അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ പഠിപ്പ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഹോസ്പിറ്റലിലോട്ട് അവർക്ക് ഒരു ജോലി നമുക്ക് വാഗ്ദാനം ചെയ്യാൻ കഴിയും. കുറേ കാലമെങ്കിലും അവരെ സർവീസ് നമുക്ക് കിട്ടും എന്നൊരു ഉറപ്പും കൂടി നമുക്കുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു പാരാമെഡിക്കൽ നമ്മൾ തുടങ്ങാൻ തന്നെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഹോസ്പിറ്റലിൻ്റെ കാര്യവും ഞങ്ങൾ ഇപ്പോഴുള്ള തീരുമാനപ്രകാരം ഇതിൻ്റെ OP ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. അതനുസരിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. നിങ്ങളുടെ എല്ലാവിധ പ്രാർത്ഥനകളും നിങ്ങളുടെ അനുഗ്രഹങ്ങളും ഈ കാര്യത്തിലുണ്ടാകണം. ഒരു നല്ല സ്ഥാപനമായി അത് വളരാൻ കഷ്ടപ്പാടുകളേറെയാണെന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷേ അതൊക്കെ ഒരു ചലഞ്ചായി എടുത്തിട്ടാണ് ഞങ്ങളിതിന് ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത്. അത് കൊണ്ടുവരണം, അത് നല്ല നിലയിൽ നടത്തണം. അതിന് വരുന്ന മറ്റ് തടസ്സങ്ങളെയെല്ലാം ഓവർകം ചെയ്യാൻ ഏതെല്ലാം വിധത്തിൽ ഞങ്ങൾക്ക് സാധിക്കുമോ ആ വിധത്തിലെല്ലാം ഞങ്ങൾ ചെയ്യും. ഇൻഷാ അല്ലാഹ് നല്ലൊരു സ്ഥാപനമായി അത് ഇവിടെ വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ അബൂബക്കർ സാഹിബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം നമ്മളീ കണ്ടതെല്ലാം അദ്ദേഹത്തിൻ്റെ ടീമിൻ്റെയും വളരെ വളരെ ആത്മാർത്ഥമായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് ഏതാണ്ട് 7 വർഷം കൊണ്ട് അല്ലെങ്കിൽ 7.5 വർഷം കൊണ്ട് ഇതിവിടെ ഉയർന്നു വന്നത്. അതൊരു അത്ഭുത പ്രതിഭാസം തന്നെയാണ്. അതിന് അദ്ദേഹം പറയുന്നൊരു വാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ദൈവത്തിൻ്റെ അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേക കാരുണ്യത്താലാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളതെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വാസം വലിയ വിശ്വാസം തന്നെയാണ്. ആ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ടാണ് പല കാര്യങ്ങളും അദ്ദേഹം മുൻകൂട്ടി ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് തന്നെ ചിലപ്പോൾ ഒരു സംശയം വരും, ഇത് വേണോ, ഇതിനകത്ത് ഇറങ്ങണോ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസത്തിന് മുമ്പിൽ
സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ തല കുമ്പിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടി ഇത്തരം സ്ഥാപനങ്ങളെല്ലാം ഉണ്ടാക്കി ഈ 1000-ൽ പരം ഇവിടെ ഉള്ള രോഗികൾക്ക് വളരെ നല്ല സൗകര്യപ്രദമായി വളരെ ക്ലെൻലിനെസ്സോടു കൂടി തന്നെ അവരുടെ ജീവിതം ഇവിടെ ജീവിച്ച് 90% എനിക്ക് തോന്നുന്നത് ഈ പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും അവർ കുറേ കാലങ്ങളായിട്ട് തുടങ്ങിയ കാലം മുതൽ തന്നെ ഇവിടെ ഉണ്ട്. അപ്പോൾ അത്തരം ആൾക്കാർക്ക് അതൊരു വലിയ ജീവിതത്തിലുള്ളൊരു വലിയ പ്രതീക്ഷയും അതുപോലെ തന്നെ അവരുടെ മുന്നോട്ടുള്ള ബാക്കി ഓരോരോ വർഷങ്ങൾ കൂടുമ്പോൾ അവർക്കുണ്ടാകാവുന്ന അവരുടെ രോഗത്തിന് വരുന്ന മാറ്റങ്ങളും ഒക്കെ വളരെ സന്തോഷം തരുന്നതാണ്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഇവിടെ ചെയ്യാനും നല്ല നിലയിൽ ഈ സ്ഥാപനം നടക്കുവാനും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. First of all, let me take this opportunity to thank for giving me this opportunity to stand in front of you to say word of thanks on this occasion. And first and foremost, I would thank Dr. M.A. Sahadullah for taking his time, precious time in coming to Peace Valley and giving us hope and strength and confidence for our onward journey. സാറ് പറഞ്ഞ 3 കാര്യങ്ങൾ ഞാൻ കോട്ട് ചെയ്യുകയാണ്. സാർ പറഞ്ഞ നിങ്ങൾ മുന്നോട്ട് പോകുന്ന ജേർണിയിലും ഇപ്പോഴും എൻഗേജ്മെൻറ്റ് മോഡലും ക്വാളിറ്റി സർവീസും അതേപോലെ തന്നെ റിസ്ക് മാനേജ്മെൻറ്റുമാണ് സാറ് ഹൈലൈറ്റ് ചെയ്തത്. I can proudly say that Peace Valley has done the first phase of building a management system. Peace Valley has done an internal audit, especially for making sure that there is a quality assurance on a day-to-day basis, which has been made through the relentless help of 50 management committees and the crew, the management crew, especially under the guidance of our general manager, Mr. Asim. At the same time, you said one point about engagement model. We could make the employee engagement in the first place to make sure that they take ownership in serving and making sure that they belong to this organization. Now what we are trying to build is a patient engagement model by building our initiatives like our stitching centers and cleaning materials and the shops outside for the people who are coming here. Fourth, actually what we are trying to do is to make sure that the second phase we are going to do a management audit immediately to see what gaps we have in the first place. So we can proudly say that we have a system we built in the first place. I cannot say that it's a maturity model, but we'll be doing a BMI, Business Maturity Index or analysis in the near future. Second, I would thank Mr. Najib for his kind words in saying Peace Valley as a value of determination and love. And you mentioned a lot of other points saying that we were able to
maintain the cleanliness, which I would say the whole credit goes to our chairman and advisory member, our Mehran Saab, because he always talk about this during our board meetings, quarterly board advisory board meeting, to make sure that we maintain the quality, especially cleanliness. Thank you for your kind words, sir. And we thank both of you coming to Peace Valley for giving us further advice, commitment, and your participation in our onward journey. Third, I would like to let me take this opportunity to thank our advisory board members, including all the advisors, management committee members, general manager, chief coordinator, all the staff, and the donors who are participating on a day-to-day basis to run this show, to give better services to the needy people. And as a last point of thanks, I would like to thank all the people who came here today for making this event a successful. Thank you all.